تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بسم الله العليم الماجد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏതായാലും പറയാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടില്ല. ഓൺലൈൻ സ്പെഷ്യൽ ബിരുദം ഈ മുടി വിഷയത്തിൽ എടുത്തു കഴിഞ്ഞ സുഹൃത്ത് ARCKP ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും എന്നറിയാം. എങ്കിലും ഇത്രയും ദൂരം മാഹിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ ഇന്ന് വരാനുള്ള ഒരു കാരണം, നിങ്ങൾ പരിപാടിക്ക് ക്ഷണിച്ചു വന്നു, സന്തോഷം. മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ പറയാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയായതോടുകൂടി അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് അവതരണമായ ആ ആയത്ത് ഉത്ഭവിക്കാനുള്ള ഒരു കാരണം പോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ സംഘടന എന്നതിൽ കവിഞ്ഞ് ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അത് ഒന്നാമത്തെ സ്നേഹം നമ്മെ പടച്ച് നമ്മെ പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹുവിനോടുള്ള സ്നേഹം. പിന്നെ ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആ സ്നേഹപ്രകടനം, അത് നമ്മൾ നോക്കിയാൽ ഒന്നും രണ്ടും സ്ഥലത്തല്ല, അനവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയതമസ്സഹൂന ബിഹി യഖുദു മിൻ ബലലി അഖി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് സ്വഹാബത്തുൽ കിറാം സംഘട്ടനത്തിന്റെ വക്കോളം എത്തി. കാരണം മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട നേതാവിന്റെ ശിരസിലൂടെ, മുഖത്തിലൂടെ, അതുപോലെ തന്നെ കൈകളിലൂടെ ഒക്കെ ഒഴുകിവരുന്ന ആ ശറഫാക്കപ്പെട്ട വെള്ളം, അത് ബറക്കത്തെടുക്കാൻ വേണ്ടി മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സഹാബികൾ തിക്കും തിരക്കും കൂട്ടി സംഘട്ടനത്തിന്റെ വക്കോളമെത്തി. അങ്ങനെ അത് കിട്ടിയവർ അവർ തൊട്ടുപുരട്ടി, കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത മറ്റുള്ള സഹാബികൾ
അവർ കിട്ടിയ ആളുകളിൽ നിന്ന് അവരുടെ കൈകളിൽ തൊട്ട് ബർക്കത്ത് എടുത്തു. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോ സുഹൃത്ത് അൻസാർ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക, ഞാൻ നേരത്തെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗീയ ലോകം അല്ലാഹു സൃഷ്ടിച്ചപ്പോ ഇവിടെ കേരളത്തിലുള്ള ചില കക്ഷികളുടെ സംസാരം കേട്ടാൽ തോന്നും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 4 മുറിച്ചുത്തികൾ എന്ന് പറയുന്ന ശൈലിയിലുള്ള ഈ വിഭാഗം ആളുകളാണ് ആകാശഭൂമികളെക്കാൾ വിശാലമായ ഈ സ്വർഗീയ ലോകത്ത് വസിക്കുക എന്ന്. കാരണം അവരൊക്കെ വിധിക്കുകയാണ്. അൻസാറിന് കിബർ, രാമന്തല്ലിക്ക് സീഡി കച്ചവടം, എനിക്ക് ക്ലിപ്പ് ബിസിനസ്. അത് ഹോൾസെയിലായിട്ട് മുമ്പ് ക്ലിപ്പ് ബിസിനസ് നടത്തിയപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ എ പി വിഭാഗത്തിലെ മൊയ്ലാമാര് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഹലാലായ ആ ബിസിനസ് ഇന്ന് ഹറാം. ഈ നിലക്ക് ആളുകളെ മോശക്കാരാക്കി, ആളുകളെ പിഴച്ചവരാക്കി ചിത്രീകരിക്കുക. അവൻ സുന്നിയല്ല, അവൻ മുനാഫിഖാണ്, ഇത്തരത്തിലുള്ള സംസാരങ്ങളും ശൈലികളൊക്കെ നടത്തി ആളുകളെ അധിക്ഷേപിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ഗൂഢമായി തന്നെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വന്നതിന്റെ ഒരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം കൂടി സത്യത്തിൽ സുഹൃത്ത് അൻസാർ മാഷ് ഞാനിപ്പോ കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണെങ്കിൽ വടകര CM ഹോസ്പിറ്റലിൽ വെച്ചല്ലേ, അവിടെ വെച്ചാണ് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതിനുശേഷം ഒരു മുസ്ലിയാര് ഇഷാന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അൻസാർ മാഷും പയ്യോളി മേഖലയിലുള്ള SSFന്റെയും SYSന്റെയും കുറച്ച് സംഘടനയുടെ ഭാരവാഹിത്വമുള്ള മറ്റുള്ള ആളുകളും കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുകയും സംഘടനക്കതീതമായി ദീനാണ് വലുത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവര് സത്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ കൂനൂ മഅസ് സ്വാദിഖീൻ, സത്യം ബഹുമാനപ്പെട്ട തങ്ങൾ പോവുകയാണ്. മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വന്നപ്പോ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പരിഹസിച്ചുകൊണ്ട് ഉള്ള ഒരു ശൈലി. ഞാൻ നേരത്തെ മഹാന്മാരായ സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തു എന്ന് പറഞ്ഞു. ഇത് പറയാൻ കാരണം, ഈ സാധുവായ ഞാൻ കാന്തപുരം വിഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ, കാന്തപുരം വിഭാഗത്തിൽ നിന്നിട്ടില്ല എന്നുള്ളൊരു കൗലൊക്കെ നിങ്ങൾ കേൾക്കും കേട്ടോ, അതൊക്കെ ലൈഫായ കൗലാന്ന് സ്വഹീഹായ ഹദീസ് കൊണ്ട് ഇവിടെ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ അന്ന് ഈ വിഭാഗത്തിൽ ഇവരുടെ കൂടെ നിന്ന ആ സമയത്ത് ഈ മുടിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചു. ഇതിന്റെ വെള്ളം മർക്കസിൽ നിന്ന് വിതരണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വാങ്ങി, എല്ലാ വർഷവും വാങ്ങിക്കൊണ്ട്, അത് ഞാൻ നാട്ടിലുള്ള വർഷമാണെങ്കിൽ നേരിട്ടും അല്ലാത്ത സമയത്ത് എത്തിക്കും. ഞാൻ പറയാൻ കാരണോ, അന്ന് ആ സമയത്ത് ഞാൻ എന്റെ ഒന്നാമത്തെ CD-യിൽ പറഞ്ഞിരുന്നു, സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട ആളുകളുടെ കൈയാണ് ബർക്കത്തിനെ തൊട്ടുപുരട്ടിയെങ്കിൽ, ബർക്കത്തിന് കിട്ടുന്ന വെള്ളം ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ, അതിന്റെ കുപ്പി ചുംബിച്ചുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോയ ഒരു എളിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് ഞാൻ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ്, ഇഷ്ക്, അത് കൽബിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി, സ്വന്തം നേതാക്കന്മാർക്ക് വേണ്ടി ശബ്ദിച്ചാൽ സുന്നത്തി ജമാഅത്തിന്റെ ധീരനായ പോരാളിയായും, അതേ സമയത്ത് കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട യാഥാർത്ഥ്യം, അത് റബ്ബിനു വേണ്ടി, ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമൂഹത്തോട് പറയേണ്ട ഘട്ടം വന്നാൽ എന്താ, ആ പറഞ്ഞ വ്യക്തി പിന്നെ മുനാഫിക്കാകാം. നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിയാൽ തെറി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുന്ന, തെറ്റിയാൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ആളുകളെ ഒന്നുമല്ലാതാക്കുന്ന ഒരു പ്രവണത, അത് ഇനിയും നടക്കുമെന്ന് കരുതിയ വല്ലവരും, വല്ല വിഭാഗവും ഈ കേരളക്കരയിലുണ്ടെങ്കിൽ, കേരളത്തിന്റെ അതിർത്തി കാസർഗോഡ് പ്രദേശമായ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, അതൊരുപാട് കാലം ആ പരിപ്പ് ഇനിയും വേഴില്ല എന്നാണ് നിങ്ങളെ സംഘടനാ നേതാക്കന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ, നിങ്ങളെ ഓഡിയൻസിന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും എന്റെ പോക്ക്. നിങ്ങൾക്കൊക്കെ ഇരുന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്, കുറച്ച് കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനു മുമ്പ് ജിഷാൻ മാഹി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ പറയും, അത് ഒരു നമ്മളെ കൂടെ നടന്ന ഒരാൾ, ഒരു സംഘടനയായിട്ട് ബന്ധമൊന്നുമില്ലെന്ന്. അപ്പോ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ആവേശ പുളകം കൊള്ളുന്ന അണികള് പറയും, ഇവനെപ്പോലുള്ള ധമ്മാടികൾക്ക് ഞങ്ങളുടെ സംഘടന മെമ്പർഷിപ്പ് കൊടുക്കൂല. സത്യത്തിൽ മുഹമ്മദ് രാമന്തലിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പൊ എന്ത് തീരുമാനിച്ചു? പറയാൻ തുടങ്ങിയ സമയത്ത് സംഘടനയിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഈ മുടി വിഷയത്തിൽ പയ്യോലിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയുമായി, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ നമ്മുടെ റിസാഖാജിക്ക് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. നേരത്തെ രാമന്തള്ളി സാഹിബ് പരിചയപ്പെടുത്തിയ അബ്ദുൾ റസാഖ് ഹാജ്, അദ്ദേഹം വേദിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ, ആ പരിപാടിയുമായി സഹകരിച്ചതിന്റെ പേരിൽ പിറ്റേന്ന് സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി. അപ്പോ സംഘടനയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞാൽ നമ്മൾ സംഘടനയുടെ ആളൊന്നുമല്ലല്ലോ. പിന്നെ ജിഷാൻ പറയുന്നതോ, നമ്മൾ സംഘടനയുടെ ആരുമല്ല. ഇവരൊരു സംഘടനയുടെ ആളാണോ അല്ലയോ, ഏതായാലും ഇവരെ വിഡ്ഢികോമനം കെട്ടിക്കാൻ ഞാനൊരു വർഷം കാത്തിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ആയത്തോതിയിട്ട് വിഷയം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞതുപോലെ, ഇവരുടെ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ഇവിടെ കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇവിടെ വിളിച്ചു പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞല്ല, കാന്തപുരം പറഞ്ഞ സനതല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ സനതല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിയമായിട്ടാണ് വലുത്. അല്ലെ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനോ പ്രസിഡന്റ് സ്ഥാനോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന യൂണിറ്റിന്റെ ICF-ന്റെ നേതാവാണെന്ന് പറയലോ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ സംഘടനയുടെ മെമ്പർഷിപ്പ് കാണിച്ച് വിലസാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ ഓനൊന്നുമല്ല, ഒരു സംഘടനയായ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ആളുകളോട് പറയുന്നു, നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന വ്യാജമുടിയെ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ദിവസം വരെ എതിർത്തത് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയ കള്ളസംഘടന. ആ മെമ്പർഷിപ്പ് ഇതാ ഞാൻ ഉയർത്തി കാണിക്കുന്നു. ഇനി നിങ്ങൾ പുറത്താക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അതിനു മുമ്പ് എനിക്ക് ചിലത് തീർക്കാനുണ്ട്. ഇനി സെനത് പരിശോധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ്, അദ്ദേഹം ഇതിന്റെ സനത്, എല്ലാത്തിനും ഒരു സനതുണ്ടല്ലോ, ഇതൊന്ന് വായിച്ചു.
മെമ്പർഷിപ്പ് ഈ ക്രോസിൽ കാണുന്നത്, ഈ ക്രോസിൽ എഴുതിയിട്ടുള്ളത് മെമ്പർഷിപ്പ് എന്നാണ്. ജമിയത്ത് ഷബാബ് സുന്നിയ എന്നൊക്കെ അറബിയിൽ കൊടുത്തിട്ടുണ്ട്. SY സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി സമസ്ത സെന്റർ കോഴിക്കോട് 6 കേരള ഇന്ത്യ. പിന്നെ ടെലിഫോൺ നമ്പർ ഉണ്ട്. ജനറൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയൊക്കെ ഒപ്പുണ്ട്. മറുഭാഗത്ത് മെമ്പർ നമ്പർ 217732. പേര് മുഹമ്മദ് ജിഷാൻ. ഉപ്പയുടെ പേര് ഫാദേഴ്സ് നെയിം മജീദ്. യൂണിറ്റ് മാഹി റെയിൽവേ സ്റ്റേഷൻ, സോൺ വടകര, ഡിസ്ട്രിക്ട് കോഴിക്കോട്. വാലിഡ് അപ് ടു 2016 മാർച്ച് 31. വലിയ കേഡർ സ്വഭാവമുള്ള സംഘടനയാണ്. പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം സംഘടനയുടെ മെമ്പർഷിപ്പ് വെച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇവര് ഇത് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആരോട് പറയാൻ പോയില്ല. കാരണം ഇവനെ പോലുള്ള ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല ഞങ്ങളുടെ സംഘടന. ഉസ്താദുമാര് ദീർഘവീക്ഷണത്തോടുകൂടെ ഇവന്റെ സ്വഭാവം കണ്ടറിഞ്ഞു. ഞങ്ങളുടെ സംഘടന അവന് മെമ്പർഷിപ്പ് കൊടുത്തില്ല. എന്നാൽ ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ, മഹാനായ ഇമാം ജീലാനി തങ്ങളുടെ പേരിൽ, മഹാനായ ഇമാം മഅറൂഫുൽ ഖർഹി തങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ ജുനൈദുൽ ബാഗാദി തങ്ങളുടെ പേരിൽ, ആ മഹാന്മാരുടെ പേരിൽ ഇല്ലാത്ത സനദ് വെച്ചുണ്ടാക്കി മഹാന്മാരെ അപമാനിച്ച നിങ്ങളുടെ ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് ഇനി ഞാൻ എന്റെ പോക്കറ്റിൽ വെക്കുന്നില്ല. ഇത് വെക്കാനുള്ള ഒരു സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ കാസർഗോഡിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളിനി പുറത്താക്കേണ്ട ഈ സംഘടന മെമ്പർഷിപ്പിന്റെ സ്ഥാനം ഈ കുപ്പത്തൊട്ടിയിലാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി ആരും പറയില്ലല്ലോ, ജിഷാൻ ആരുമല്ല. ഒന്ന് നമ്മളെ ഫജിലിനൊന്ന് കാണിച്ചു കൊടുത്ത അതിന്റെ ശരിക്കൊന്ന് കണ്ടോട്ടെ, വീഡിയോയിൽ എടുത്തോട്ടെ. ശരിക്കും മറുപടിയുണ്ടേ പറയണം. മറുപടി ആയില്ലോ, മറുപടിയല്ല, മറുപടിയായിട്ട് വാ. സംഘടനയുടെ മെമ്പർഷിപ്പ് ഇല്ല അല്ലേ? ഇപ്പൊ എന്തായി? ഇത്രയും കാലം പറഞ്ഞതൊക്കെ മുത്തഫഖുനല്ലേ, സ്വഹീഹായി വന്നു, ലൈഫല്ല. കാരണം ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ സംഘടന പുറത്താക്കിനി, മറ്റൊരു സംഘടന പുറത്താക്കിനി, നിങ്ങൾ പുറത്താക്കേണ്ട, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഈ വൃത്തികെട്ട മെമ്പർഷിപ്പ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ ഇവർക്ക് ഞാനൊരു പണ്ഡിതനല്ല, ഇതൊക്കെ അറിയാം. ഞാനൊരു സാധാരണക്കാരൻ, ഞാനൊരു വയലനല്ല, ഞാൻ പ്രഭാഷണ രംഗത്ത് പോകുന്ന ഒരാളുമല്ല. പിന്നെ ഞാൻ അല്ലാഹു വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാതെ നമുക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ നല്ല കാലത്തിന് ഒന്ന് ബോംബെ വരെ പോയി. ഇതൊരു തെറ്റാണോ? തെറ്റല്ലല്ലോ. ബോംബെ പോകാനും ചില്ലറ കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ബുദ്ധി തീരെയില്ലാതെ പണയം വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഉസ്താദ് ഇപ്പം നട്ടുച്ചാന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ഉസ്താദ് ഇന്ന് അമാവാസി എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. ഞാനൊരു സംവാദത്തിൽ കേട്ടു, മുജാഹിദിന്റെ മൗലവി കാന്തപുരം അല്ലാഹു അക്ബർ, ആളുകൾക്ക് തീരെ ധീരയില്ല, തക്ബീരല്ല, എന്ത് കേട്ടാലും തക്ബീർ. പണ്ടൊരു സുഹൃത്ത് തമാശ പറഞ്ഞു, കാന്തപുരം വഴിക്ക് പോകുന്ന ഒരു ബസ്സിൽ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, കാന്തപുരം കാന്തപുരം അല്ലാഹു അക്ബർ. ഇറങ്ങുന്ന ആള്. അപ്പൊ ഈ നിലവാരം വെച്ച് പുലർത്തുന്ന ഒരു കൗമിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. എന്ത് പറഞ്ഞാലും അത് ന്യായീകരിക്കാനും അത് പറയുന്ന ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കാനും പുറപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരോട് പറയാൻ തയ്യാറല്ല. പക്ഷേ ദീനാണ് വലുത്, ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നേതാവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന്
ഖൽബിന്റെ ഉള്ളിൽ തട്ടി വിശ്വസിക്കുന്ന കാസർഗോഡുള്ള മോമിനീങ്ങളോട് എനിക്ക് പറയാനുള്ള ചില സത്യങ്ങൾ. ഇതെപ്പോ ഉണ്ടായത്? ഇവരെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ CD-യിലൊക്കെ കേട്ടിട്ടുണ്ടാകും വിഷയങ്ങൾ. പക്ഷേ CD-യിലും ഓൺലൈനിലൊന്നും പ്രവർത്തിക്കാത്ത ഒരുപാട് മോമിനീങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചുരുങ്ങിയ രൂപത്തിൽ നീട്ടി പറഞ്ഞാൽ, ഞാൻ പയ്യോളിയിൽ വെച്ച് പറഞ്ഞതുപോലെ 3, 4, 5 മണിക്കൂറൊന്നും പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. കാരണം ഈ മുടി വിഷയത്തിന്റെ യാഥാർത്ഥ്യം അന്ന് കൂടെ ഉണ്ടായിരുന്ന നൗഷാദ് ഹസനിക്ക് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഏകദേശം 4.25 മണിക്കൂറാണ്. അതുമാത്രം ജാലിയവാലയുടെ സിയാറത്തിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞ 4.25 മണിക്കൂർ പറയേണ്ടി വരും. അന്ന് ഞാൻ എന്റെ തടി സലാമത്തായത് അള്ളാഹു ചെയ്തെന്ന വലിയൊരു നിയമത്താണ്. കാരണം അന്ന് സുഹൃത്ത് ARCKP-യുമായി ഞാനൊരു വെല്ലുവിളി നടത്തിയിരുന്നു. ജാലിയവാലയുടെ അടുത്ത് പോകാൻ ധൈര്യമുണ്ടോ എന്ന് നേരിൽ പരിശോധനയ്ക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനന്ന് ARCKP വെല്ലുവിളിച്ചു. കാരണം കൂടെയുള്ള നേതാക്കന്മാർ ചതിക്കില്ല, അവര് കള്ളം പറയില്ല, അവര് യാഥാർത്ഥ്യമാണ് എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് അന്ന് ഓൺലൈൻ രംഗത്ത് കൂടെ നിന്ന് പ്രവർത്തിച്ച് പിന്നീട് സമസ്തയുടെ റൂമായ KSR-യിലേക്ക്, SKSF-ന്റെ റൂമായ KSR-യിലേക്ക് സുഹൃത്ത് ARCKP നീങ്ങിയപ്പോ അതിനുശേഷവും മറ്റുള്ള എപ്പിക്കാരെ വിളിക്കുന്ന പോലെ അന്നും ഞാൻ നിങ്ങളെ തെറിയെന്ന് വിളിച്ചിട്ടില്ല. തെറ്റിയാൽ തെറി വിളിക്കുന്ന ശീലം ഉണ്ട്, അതൊക്കെ ഞാൻ പറയാനുണ്ട്. അങ്ങനെ അന്ന് ARCKP എന്തോ ഒരു നല്ല കാര്യത്തിന് എന്റെ കൂടെ വന്നില്ല. അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് മുഖം കെട്ടേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അന്ന് ബോംബെയിൽ വെച്ച് മുഖം കെട്ടേനും. കാരണം സുബ്ഹാനല്ലാഹ്, ചുരുക്കി പറഞ്ഞാല് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോയത് ഞങ്ങൾ 3 പേരാ. 3 പേര്. നൂറുദ്ദീൻ ഞങ്ങളെ ഒരു ഫോട്ടോ ഞാൻ അയച്ചാൽ എന്റെ കിട്ടിയാണ് വാട്സപ്പിൽ. അതൊന്നും ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടുകൊടുത്തേക്ക് ഒന്ന് കാണട്ടെ. നസീർ അസീരിയുടെ ഒരു ഫോട്ടോ. ഈ നസീർ അസീരി ആരാ? കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, മലപ്പുറം സ്വദേശി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. കണ്ട ഡേറ്റ് എല്ലാവരും കണ്ടോ? ഏതാ ഡേറ്റ്? 3/8/2014. ജദീദാണ്, ഖദീമല്ല. ഈ വിഷയം ഇപ്പൊ നടക്കുന്നേ, ഞാൻ ബോംബെ പോകുന്ന 2011. 3 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇരിക്കുന്നത് ഏപ്പിക്കാരായ എളമരം റഹ്മത്തുള്ള സഖാഫിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമതിരിക്കുന്ന ആള്. അപ്പോ സെനത് റെഡിയല്ലേ? സെനത് റെഡി. ഇനി തങ്ങള് ഇടാനായിട്ട് ഞാൻ പറയാം. ഈ നസീർ അസ്ഹരിയും ഞാനും ഇവിടുന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിൽ പോയി. അതിരഹസ്യമായിട്ട് പോയതാണ്. തലേന്ന് മുജാഹിദ് ബാലുശ്ശേരിയുമായി തറാവിഹിന്റെ വിഷയത്തിൽ ഒരു സംവാദ വ്യവസ്ഥ തലശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പിറ്റേ ദിവസം തന്നെ ഞാൻ ആദ്യത്തെ രാവിലത്തെ ഫ്ലൈറ്റിന് പോയി. പിന്നെ അടുത്ത ഫ്ലൈറ്റിന് സുഹൃത്ത് അബ്ദുൽ നസീർ അസ്ഹരിയും വന്നു. ചുരുക്കി പറയട്ടെ, കാന്തപുരത്തിന്റെ ശൈഖായ കടപ്പാട് പകര. ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഇപ്പോ ജാലിയവാല എന്നുള്ള പേര് പറയാനേ കുറച്ചലാണ്. അതുകൊണ്ട് പറയല്, എനിക്കെവിടെ നിന്നാണോ ഷറ മുബാറക്ക് കിട്ടിയത് അവിടെ നിന്ന് ഇവർക്കും കിട്ടിയതാണ്. ഷെയ്ഖിന്റെ പേര് പറയല് പുണ്യമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞൂടെ? അത് പറയാൻ പോലും പറ്റാത്ത നിലവാരത്തിലേക്ക് ഇവർ മാറിയെങ്കിൽ ആ ചെലവാക്കിയ ബോംബെ യാത്ര മുതലായിട്ടുണ്ട് ഏപ്പിക്കാരെ എന്നാണ് പറയാനുള്ളത്. കാരണോ ഈ ബോംബെയിൽ ജാലിയവാലന്റെ അടുത്ത് പോയി സുബ്ഹാനല്ലാഹ്, ഞാൻ പോകുന്ന സമയത്ത് ഉള്ള പറയാലോ, 2 മനസ്സിലാ പോയെന്ന് പറഞ്ഞാൽ, ഒന്ന് വില കൂടിയ ഊതും കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് അദ്ദേഹത്തിന് വില കൂടിയ ഊത് തന്നെ ഹദിയ കൊടുക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഒന്ന് വില കൂടിയതും ഒന്ന് വില കുറഞ്ഞതും. ഇയാൾ ഈ ഫ്രോഡായ മനുഷ്യന്, തട്ടിപ്പായ മുടിക്കച്ചവടക്കാരന് ഞാൻ വില കൂടിപ്പുള്ള ഊത് കൊണ്ട് കൊടുക്കണം? അങ്ങനെ ചുരുക്കി പറയട്ടെ, അവിടുന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സെറ്റപ്പ്, പിന്നെ കാര്യങ്ങൾ. ഒന്നാമത്തെ ദിവസം നമ്മളിപ്പോ നിങ്ങൾ കണ്ട നസീർ അസ്ഹരി, അതുപോലെ തന്നെ
തൃക്കരിപ്പൂർ കല്യാണം കഴിച്ച മലപ്പുറം സ്വദേശിയായ, നിങ്ങൾക്കൊക്കെ ബോംബെയിൽ യാത്ര ചെയ്തും ബിസിനസ് ചെയ്തൊക്കെ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഒരുപക്ഷെ സദസ്സിലുണ്ടാകും. പ്രിയപ്പെട്ട, വർഷങ്ങളോട് ബന്ധമുള്ള പ്രിയപ്പെട്ട സുഹൃത്തും പണ്ഡിതനുമായ ബഷീർ ബാഖവി ഉസ്താദ്, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളുണ്ടാവും. ബോംബെയിൽ കുർള കലീന എന്ന സ്ഥലത്ത് അവിടെ ഒരു മലയാളി പള്ളിയിൽ വർഷങ്ങളായിട്ട് 10-12 വർഷത്തോളം അതിന്റെ മേലെ ഇമാമത്ത് നിൽക്കുന്ന ഒരു നല്ല മനുഷ്യൻ. എപിക്കാർ ഇപ്പോഴും അദ്ദേഹത്തെ പരിപാടിക്ക് വിളിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും കാന്തപുരം അവിടെ ഒരു സമ്മേളനം എന്ന പേരിൽ ഒരു പരിപാടി തട്ടിക്കൂട്ടിയപ്പോ അവിടെ ഈ ബഷീർ ബാഖവിയെ അവർ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ 2 സാക്ഷികളും എപിക്കാരായ ആളുകളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ജാലിയൻവാലയുമായി 1-ാമത്തെ ദിവസം സംസാരിച്ചപ്പോ ഞങ്ങൾ കാണാനുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. ഇദ്ദേഹത്തിന് ശരവുമായിട്ടുള്ള ബന്ധം കണ്ടു. അന്യപെണ്ണിനെ സ്പർശിക്കുന്നതിനോ, അന്യപെണ്ണിന് ചുംബിക്കാൻ കൈകൊടുക്കുന്നതിനോ, അന്യപെണ്ണിന്റെ കയ്യിൽ തലയിൽ കൈവച്ചു കൊടുക്കുന്നതിനോ ഇയാൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് 1-ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അവിടുന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഒരു പാന്റും കുപ്പായിട്ട ഒരാൾ ഞാനേ ഉള്ളൂ. മറ്റേ അബ്ദുൽ നസീർ അസ്ഹരി നമ്മളെ കന്തൂറിയാണ് ഇട്ടത്. ബഷീർ ബാഖവിയും മറ്റേ ബോംബെ എന്താ പറയുന്നത് പഞ്ചാബിയാണ്, എന്താ ആ ഡ്രസ്സാണ് ഇട്ടത്. അങ്ങനെ നസീർ അസ്ഹരി അറബിയിൽ സംസാരിക്കുക, ഇയാൾ ഉറുദുവിൽ സംസാരിക്കുക. ഇയാൾക്കിട്ട് അറബി അറിയില്ല, മൂപ്പർക്കിട്ട് ഉറുദു അറിയില്ല. അപ്പോ മൂപ്പർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ 2-ാമത്തെ ആള് ബോംബെയിലെ ഇമാമെന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് അതും വലിയ താല്പര്യമില്ല. മൂപ്പർക്ക് ഏകദേശം അറിയാലോ. അങ്ങനെ എന്നോട് പറഞ്ഞു, തും കവി ജായകാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നാളെ പോവും. തും അഖേലെ കലിതരാജാവോ, നാളെ ഒറ്റക്ക് ഒന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിനൊക്കെ, ഈ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ അബ്ദുൽ നസീർ അസ്ഹരി സാക്ഷിയാണ്, ബഷീർ ബാഖവി സാക്ഷിയാണ്. അവരുടെ മുമ്പിലാണ് ഈ വിഷയമുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ, 2-ാമത്തെ ദിവസം ചുരുക്കി പറയട്ടെ, ദീർഘമായ വിഷയമാണ്, ഒരുപാട് വിഷയങ്ങൾ മുമ്പിൽ പറയാനുണ്ട്, അവതരിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് ചുരുക്കട്ടെ. അങ്ങനെ 2-ാമത്തെ ദിവസം വൈകുന്നേരം ഞാൻ അവിടെ പോയി. അതിന്റെ ഇടയ്ക്കൊരു കാര്യം വിട്ടു കേട്ടോ. ഇയാള് 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, നസീർ അസ്ഹരിക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് സെനദിന്റെ കടലാസ് കോപ്പി, ബർക്കത്തിന് നമുക്ക് സെനത് കാണണമല്ലോ, എന്താ സാധനം എന്നല്ലേ, അതുകൊണ്ട് ബർക്കത്തിന്റെ ഒരു കോപ്പി തരണം. നോക്കുമ്പോ നല്ല കളർ പ്രിന്റുള്ള നല്ല ചൊട്ടിയാത്തെറിക്കാത്തൊരു പേപ്പർ. സെനത് ഹേ, എന്ത് സെനത്, അയാൾക്ക് എന്ത് സെനത് അറിയാം. 2 പേപ്പറിൽ ഇങ്ങനെ കാണിച്ചു. നമ്മൾ ചോദിച്ചു, ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ബർക്കത്തിന് മൂപ്പർക്ക് കിതാബിൽ വെക്കാനെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതിൽ വിട്ടുകൊടുക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 1-ാമത്തെ ദിവസം തന്നെ ഇയാളെ കബോർഡൊന്നും അതുപോലെ തന്നെ അലമാരിന്റെ അടിയിൽ നിന്നൊക്കെ കുറെ സാധനം എടുത്ത് കാണിച്ചു തന്നു. എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാണിച്ചു തന്ന സാധനങ്ങളിൽ ഇതുപോലെ ഒരു വെള്ള തോർത്ത് പോലത്തെ സാധനം എല്ലാവരും കാണുന്നില്ലേ, ഇതുപോലത്തെ അനുഭവമാണ് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. എന്നിട്ട് ഇതിൽ നിന്ന് ഉമർക്ക റളിയല്ലാഹു അൻഹു, നമ്മളെ ഉമർക്കല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂപ്പർക്ക് ഒരു റളിയല്ലാഹു അൻഹു ഇല്ല, ഒരു ഇതുമില്ല, ഞാൻ പറയാം. അപ്പോ സിദ്ദീഖ അലി ഒരു തോർത്തുനിന്ന് കുറെ മുടിയെടുക്കാൻ മൂപ്പര് ഒരു തട്ടാന്റെ എന്താ പറയാ കൊടി, ഈ കൊടി കൊണ്ട് ഇങ്ങനെ എടുക്കുക, കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ ചിലരെടുത്തിട്ട് പറയും ഹുസൂർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർമാർ. ഞാൻ ചോദിച്ചത്, ഇതെല്ലാം ഒരു തുണി നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി? 35 കൊല്ലായി വർഷം, 35 വർഷത്തെ ബിസിനസ്സുള്ള ആളാ, നല്ല എക്സ്പീരിയൻസാ. അപ്പൊ മൂപ്പർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ, 2-ാമത്തെ ദിവസം ഞാൻ പോയി. നന്നായി, കാരണം ചില കാര്യങ്ങൾ നേടാൻ കഴുതക്കാല് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ നന്നായി സോപ്പിടേണ്ടി വന്നു. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, കൊടുക്കേണ്ട ചില സംഖ്യകൾ കൊടുത്തു. ഞാൻ ആദ്യമൊന്നും മുടിക്ക് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒറ്റ മോനാ, അത് സത്യം തന്നെ, കളവൊന്നുമല്ല. അതുകൊണ്ട്
എനിക്ക് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിങ്ങൾ വലിയ ഖാദിമല്ലേ, നിങ്ങൾ വലിയ തിരുശേഷിപ്പിന്റെ ഖാദിമായ നിങ്ങളെപ്പോലുള്ള ഭാഗ്യവാൻ. കാരണം ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന ആയത്തിന് ഇബ്നു കസീറിന്റെ തഫ്സീർ ബിലാ ഹദ്ദിൻ വലാ ഹസ്ർ, കയ്യും കണക്കുമില്ലാതെ അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇയാളെ കയ്യിലുള്ള ഇയാൾ അവകാശപ്പെടുന്ന ഷാര മുബാറക്കിന്റെ എണ്ണത്തിന് യാതൊരു കയ്യും കണക്കുമില്ല. കാരണം കുറെ പാത്രത്തിൽ കാണുന്നുണ്ട്, കുറെ കട്ടിലിനടി കാണുന്നുണ്ട്, കുറെ മേശന്റെ മേലെ കാണുന്നുണ്ട്. അല്ലാഹു ഇയാൾ എണ്ണീറ്റ് ഇതുവരെ തീർന്നില്ല കേട്ടോ. എ പിക്കാരൊക്കെ എണ്ണ ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെ. പണ്ട് KSRൽ ഞാൻ ചോദിച്ചിരുന്നു, ഒരു മാസത്തെ സമയം തരാ നിങ്ങളുടെ കാന്തപുരത്തിന്റെ ശൈഖായ ജാലിയാവാലയുടെ കയ്യിലുള്ള മുടികൾ അത് എണ്ണി തിട്ടപ്പെടുത്താൻ ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല. കാരണം എണ്ണ കിട്ടണ്ടേ, അത്ര മാത്രമുണ്ട്. അങ്ങനെ ശരിക്കും പറയട്ടെ, ഇയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ പരിപാടിയിലേക്ക് ഞാൻ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നെന്നോ മുപ്പർ പറഞ്ഞപ്പം പറഞ്ഞു നമ്മളെ വെള്ളിയാഴ്ച രാവ് അതുപോലെ 11 രാവ് എന്നൊക്കെ പറയുന്നത് പോലെ മാസത്തിൽ 2 പരിപാടി നടക്കാറുണ്ട്. അതിന്റെ ചെലവിലേക്ക് നിങ്ങൾ ഒരു എമൗണ്ട് തന്നോളൂ. മൂപ്പര് പറഞ്ഞ ഓർമ്മ ശരിയാണ്, ഒന്നുകിൽ കോഴിയുടെ പൈസ അല്ലെങ്കിൽ അരിയുടെ പൈസ, രണ്ടിലൊരു പൈസയാണ് മൂപ്പര് ചോദിച്ചത്. ആ പൈസ ഞാൻ ഓഫർ ചെയ്തു. എത്ര? ഏകദേശം 6000-ഓളം, ഏകദേശം അത്ര വരും പറഞ്ഞു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് പൈസ നിങ്ങൾക്ക് തരേണ്ടത്? ഞാൻ നിങ്ങളെ ബാങ്കിലെ അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളെ മകന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ട്, അള്ളാഹു എന്നെ സലാമത്താക്കി. ഓൻ വലിയ തരികിടിയാണ്. അന്നോൻ ഗുജറാത്തിലാണ്. ഞാൻ പോയ അന്ന്, ഞങ്ങൾ പോയ 2 ദിവസവും ഈ മനുഷ്യൻ അവിടെ ഇയാളെ വീട്ടിൽ, ഇയാളെ ഫ്ലാറ്റിൽ ഒറ്റക്കായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇയാളോട് ജാലിയവാലയോട് പറഞ്ഞു, നിങ്ങളെ മകന്റെ ഇമ്രാന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇടാന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ഓൻ എനിക്ക് പൈസ തരൂലെന്ന് പറഞ്ഞു. അപ്പോ ബാപ്പയും മോനും തമ്മിൽ നല്ല ബന്ധമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ ഏതെങ്കിലും വെസ്റ്റേൺ യൂണിയൻ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് പൈസ അയക്കാന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മാസത്തിൽ വല്ലപ്പോഴും ഇറങ്ങി പോവാറുള്ളൂ എന്ന് പറഞ്ഞു. അന്നാ എനിക്ക് മനസ്സിലായ ബോംബെയിലെ ചില വീടുകളിൽ ജുമാസ്കാരം നടക്കാറുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് എന്നിട്ട്, നിങ്ങൾക്കൊക്കെ അറിയാവോ ഹുണ്ടി പൈസ അല്ലേ, ഇവിടെ ഉണ്ടിന്ന് തന്നെ പറയാം, അങ്ങനെ നിങ്ങൾ അയച്ചാന്നേ പറഞ്ഞു. ഞാനൊക്കെ മൂപ്പര് 100% സന്തോഷിപ്പിച്ചു, പ്രസാദിപ്പിച്ചു. മൂപ്പരെ ഫുള്ളങ്ങ് ഹാപ്പി ആക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പോവല്ലേ? ആദ്യം തന്നെ ഒരു കച്ചവടക്കാരന് പൈസ കൊടുത്തിട്ട് മുടിയാന്ന് പറഞ്ഞ ഒരു സുഖമില്ലല്ലോ. ആദ്യം ഇടപാടുകളൊക്കെ കൊടുത്തു, മൂപ്പരെ ഓഫറുകളൊക്കെ നല്ല നല്ല ഓഫറുകളൊക്കെ കൊടുത്തു. മൂപ്പരോട് പറഞ്ഞു, എനിക്ക് ഷാർ മുബാറക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് ആദ്യം എന്നോട് ചോദിച്ചു, ഈ ദുബൈയിലേക്ക് പോന്നല്ലേ, നാട്ടിൽ വരുന്ന സമയത്ത് തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ദുബായ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള താമസവും സൗകര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിഷയാക്കണ്ട, തന്നോളൂ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മുടി എടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മൂപ്പര മൊബൈലിലേക്ക് ഒരു കോള്. ഇതൊക്കെ KCRൽ പലവട്ടം ഞാൻ വിശദീകരിച്ചതാണ്. ഓൺലൈൻ രംഗത്ത് ഇല്ലാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അനുഭവം. പിന്നെ വരുന്ന വരത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പുതിയ പറയണേ. പുതിയ പറയും, ഞാൻ കാന്തപുരമല്ലല്ലോ. അനുഭവിച്ചും പിന്നീട് ബർക്കാത്തി സാദാത്യങ്ങളിലൂടെയൊന്നും ഒരിക്കൽ 2 കേന്ദ്രങ്ങളിൽ നിന്നും മറ്റൊരിക്കൽ 3 കേന്ദ്രങ്ങളിൽ നിന്നും എത്ര മുടി കിട്ടി ഉസ്താദ് എന്ന് ചോദിച്ചപ്പോ 1 2 എന്നുള്ള മറുപടിയും ഈ നിലവാരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അനുഭവിച്ചത് പറയുന്നു. അത് സ്വാഭാവികമായിട്ടും അനുഭവമാവുമ്പോ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് പയ്യോളിയിലും അനുഭവത്തെ സംബന്ധിച്ച് പറയുമ്പം ഒന്നായിരിക്കും, ഇവിടെ കാസർഗോഡ് പറയുമ്പോൾ അനുഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നായിരിക്കും. അങ്ങനെ ചുരുക്കി പറയട്ടെ,
ഇയാള് മുടി തരാൻ പോകുന്ന സമയത്ത് അന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഇസ്മായിൽ അംജദി അദ്ദേഹം ജാലിയവാലയെ ഫോൺ ചെയ്തിട്ട് പറയാ, നിങ്ങളെടുത്ത് വന്ന ഒരാളുണ്ടല്ലോ കേരളത്തിൽ നിന്ന്, മഹാകുഴപ്പക്കാരനാണ്. അപ്പൊ ഈ സാധുവിന് തിരിയുന്നില്ല. അപ്പൊ ഇയാള് പറയാ, ഓ കൽ ആയ ആജ് നെയ്യായ. ഓ നസീർ അസീരി ഉദ്ദേശിച്ചിട്ട് ഇയാള് പറയുന്നത് അയാൾ കുഴപ്പക്കാരനാണ്. കാരണം ഇയാൾക്ക് ഉറുദു അറിയില്ല. ഇയാളെ വൃത്തികേടുകളൊക്കെ കണ്ടപ്പോ അബ്ദുൽ നസീർ അസീരി അദ്ദേഹത്തിന്റെ മുഖം കൊട്ടടക്ക പോലെ ആക്കി വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഒന്ന് ചിരിക്ക്, നമ്മൾ ഇത്രയും ഫ്ലൈറ്റിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചു നിന്നാലേ ഇയാളെ മുമ്പിൽ നമ്മളെ ഓപ്പറേഷൻ വിജയിക്കൂല. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിരിച്ചു കാണിക്കും ഉസ്താദേ. ഞാൻ എങ്ങനെ ചിരിക്കാനാ, ഈ ഹിമാറിന്റെ മുമ്പിൽ എങ്ങനെ ചിരിക്കാനാ എന്ന് ഇയാളിങ്ങനെ ചൂടാകാം. ഏത് പൊട്ടനായാലും മുഖഭാവം കണ്ടാൽ മനസ്സിലാവില്ലേ. അതുകൊണ്ടാണ് ഈ ജാലിയവാല ഇസ്മായിൽ അംജദിയോട് പറഞ്ഞു, അത് ഇന്നലെ വന്ന ആളാ, ഇവൻ കുഴപ്പമില്ല. അപ്പൊ ഞാനിതിങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഫോൺ തൊട്ടടുത്തല്ലേ, ഷെയ്ഖും മുരീദും ഇരിക്കുന്നത് പോലെ ഇരുന്നത് കാന്തപുരത്തിന്റെ ഷെയ്ഖിന്റെ അടുത്ത്. അങ്ങനെ ഇരുന്നിട്ട് ഇയാള് പറഞ്ഞു, എനിക്കിത് തരാൻ പാടില്ല എന്നാ എന്റെ കേരളത്തിലെ മുത്തവ പറയുന്നത്. അയാള് ബോംബെയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അന്ന് നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ നിന്ന് വിളി, ബോംബെന്നല്ല, അല്ലെങ്കിൽ അയാൾ നേരിട്ട് അവിടെ വന്നിട്ട് തന്നെ വെട്ടി കത്തിയെടുത്ത് മുറിക്കുകയായിരുന്നു. അത്ര ജാലിയവാല പറഞ്ഞു. അയാള് ഫോണിങ് വന്നു. ഫോണിങ് വന്നിട്ട് ഇയാള് സുബ്ഹാന ജല്ല ജലാലുഹു പുളിച്ചതറി, എടാ ഹംകെ ഹിമാറ്, എന്തിനവിടെ പോയി, എന്തിനവിടെ കയറി, നീനോ ആരാധകം, എനിക്ക് പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ ചിരിച്ചു കൊടുത്തു. ഇയാള് കാണുന്നില്ല മുമ്പില്, ഇയാള് കാണുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ച മുഖത്തോടെ അവിടെ ഇരുന്നു കൊടുത്തു. അപ്പോ ലാസ്റ്റ് ഇയാള് പറഞ്ഞു, എന്റെ കേരളത്തിൽ നിന്ന് ഇയാളിങ്ങനെ തരണ്ടെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു എന്റെ ഹൃദയം പൊട്ടിപ്പോവും, ഞാൻ ആകെ വന്നതാ, ഇത്ര പൈസയും കൊടുത്തിട്ട് പിന്നെ ഒന്നും കിട്ടാണ്ട് വന്നാൽ പിന്നെ മുതലാവോ? അങ്ങനെ ഇയാള് പറഞ്ഞു. ആ സമയത്ത് ഇയാളുടെ മകൻ ഇമ്രാൻ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്ക്, വീട്ടിലുള്ള ഫോണിലേക്ക് അവന്റെ ഫോൺ, കാരണം ഇവര് ഭയങ്കര ലിങ്ക് വിട്ടിരിക്കുന്നു. ആരാന്റെ വലാത്ത ജസ്സസു എന്ന് പറയും, ബയലറിയ. എന്നിട്ട് ആരാന്റെ ഓനെടിയാ പോകുന്നത്, ജിഷാനെടിയാ പോകുന്നത്, ജിഷാനെടിയാ വരുന്നത്, ഓനെന്താ ഇരിക്കുന്നത്, എവിടെയാ നടക്കുന്നത്, ഇത് നോക്കാലേ ഇപ്പൊ പണി. ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇരിക്കണം, കുറച്ച് പറയാനുണ്ട്. ഇതുവരെ ഞാൻ മുടി മാത്രമേ പറഞ്ഞുള്ളൂ, കുറച്ച് കാര്യങ്ങൾ വേറെയും പറയാം. അപ്പോ ഏർസിക്കപ്പിക്കാൻ ഞാൻ മുടിയല്ലാത്തെന്ന് പറയുന്നവർക്ക് മൂപ്പർക്കൊരു ബേജാറാണ്. കാരണം അപ്പോ ഇയാള് അംജദി ഭയങ്കര ചൂടിൽ സംസാരിച്ച് ഞാൻ ഫോൺ അവസാനം വെച്ചു. ഇമ്രാൻ എന്ന് പറയുന്ന ജാലിയവാലയുടെ പ്രിയപ്പെട്ട പുത്രൻ, അദ്ദേഹവും കാര്യമായി ഇവനെ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഈ കാക്കാക്ക് ഞാൻ പൈസ കൊടുത്താൽ പിന്നെ ഇയാൾ എന്നെ വെറുപ്പിക്കുവോ? ഇയാള് പറഞ്ഞു, വേഗം പോയിക്കോ. ഞാൻ പിന്നെ കിട്ടിയ സദക്കയും കൊണ്ട് പോകുന്നല്ലേ, ആടുന്ന് എണ്ണി വെക്കാൻ പറ്റുമോ? ഞാൻ ഭദ്രമായി ആ തോർത്തും ചുറ്റി. പിന്നെ ആ തോർത്ത് പോയി ഞാൻ അത് തുറക്കുന്നത് അബ്ദുൽ നസീർ അസ്ഹരിയും ബഷീർ ബാക്കവിയുമുള്ള ഖലീന മസ്ജിദിലാണ്. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോ എനിക്ക്, ഞാൻ കാന്തപുരം പഠിച്ച കോളേജിലല്ല പഠിച്ചത്, കാന്തപുരം തന്ന ചോറുമല്ല എന്ന്. അതുകൊണ്ട് എനിക്ക് മുടി തരുന്ന സമയത്ത് എനിക്ക് സാക്ഷികളില്ല എന്ന് മനസ്സിലാക്കിയ ഈ മൊയ്യന്മാരും ഈ മുസ്ലിയാക്കന്മാരായ സഖാഫിമാരും ഇതുപോലുള്ള കാന്തപുരത്തിന്റെ ഈ വ്യാജമൊഴി വെളുപ്പിക്കാൻ നടക്കുന്ന മറ്റു മുസ്ലിയാക്കന്മാരും ഇഷാന് സാക്ഷിയില്ല, കണ്ടില്ലേ, ഒരാളില്ല, പിന്നെ ഞാൻ രണ്ടാമതൊന്നും പറഞ്ഞേ. ഞാൻ എന്ത് ചെയ്തു? ഒരു മുഅ്മിനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിൻ അവൻ ഏറ്റവും വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഞാൻ പയ്യോളി സത്യം ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ CD-യിൽ നിങ്ങൾക്ക് കേൾക്കാം. കാരണം ഇവന് മുടി കിട്ടിയിട്ടില്ല എന്ന് ഇവരുടെ മുശാവറ മെമ്പർമാരാകുന്ന ആളുകൾ പൂനൂരിലും കോഴിക്കോടും മലപ്പുറത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ വേദികൾ കാളമൂത്ര പ്രസംഗം നടത്തിയപ്പോ ഇവർക്കൊക്കെ എനിക്ക് മുടിയിട്ട് എല്ലാവർക്കും അറിയാം. അത് ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? സുബ്ഹാന ജല്ല ജലാലുഹു
അങ്ങനെ മുടി കിട്ടിയത് ഞാൻ വന്നു ജാലിയവാലിന്റെ മുടി നസീർ അസീരിക്കും ബഷീർ ബാക്കവിക്കും ഈ കലീന പള്ളിയിൽ വന്ന് കാണിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് അബ്ദുൽ നസീർ അസീരി? കാന്തപുരം സെലക്ട് ചെയ്ത് കെയ്റോ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. എന്നിട്ട് ഇദ്ദേഹം ചെയ്ത പരിപാടികൾ കേൾക്കണോ? അഹമ്മദ് ഖസ്റജി മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഒരു മുടി വിതരണം ചെയ്തപ്പോ ആ മുടിയെ ന്യായീകരിക്കാൻ സമസ്തയുടെ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തപ്പോ അതിന് തെളിവുകൾ ചോദിച്ച സമയത്ത് ഈ വ്യാജമുടിക്ക് വേണ്ടി അന്ന് അദ്ദേഹം ഒറിജിനലാണെന്ന് വിശ്വസിച്ച കാലത്ത് അദ്ദേഹം ദുബായ് മർക്കസിലേക്ക് വന്ന് 4 മണിക്കൂർ ഷാർ മുബാറക്ക് പ്രബന്ധം, ഷാർ മുബാറക്കിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിച്ച അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹത്തിന്റെ സ്വന്തം 2 കണ്ണുകൾ കൊണ്ട് ഈ ജാലിയവാലയെയും അതുപോലെ തന്നെ ഈ വ്യാജമുടിയെയും കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാൻ കാസർഗോഡുള്ള പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. പറയും, നോക്കലോ ചോദിക്കലോ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞു. ഒന്ന് അംഗീകരിക്കണം എന്നതിന് മാനദണ്ഡം അത് പറയും. അംഗീകരിക്കണം എന്നൊരു അങ്ങനെ ഇപ്പൊ നിർബന്ധിച്ചിട്ട് ഇപ്പൊ ആരും അംഗീകരിക്കണം എന്ന് പറയുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല, വിഷയം കഴിഞ്ഞില്ലേ? അവർ തിരിച്ച് സുന്നത്യമായതിൽപ്പെട്ട ഒരാളായ നിങ്ങൾ എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഷെറുബാർക്ക് അംഗീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം വന്നാൽ അങ്ങനെ അവരോട് പറയും? അതല്ലല്ലോ ഇപ്പോൾ തർക്ക വിഷയം. റസൂലുള്ളാഹിന്റെ ഷെറുബാർക്ക് അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു. ഈ കണ്ട സാധനം എന്നല്ലേ പറഞ്ഞു. എവിടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഈ കണ്ട സാധനം, അതെ, ഈ കണ്ടതെല്ലാം നിങ്ങളിങ്ങനെ ഉറപ്പിക്കുന്നത് നിൽക്കുന്നത് ആണ്. നിങ്ങളിങ്ങനെ ഉറപ്പിക്കുന്നത് ചോദ്യം. അതെ, കാന്തപുരങ്ങളോട് പറയുന്നത് എനിക്ക് തന്നത് പിന്നെ ജാലിയവാലി റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞാൽ തന്നെന്ന് പറയുന്നു. ആ കാന്തപുരം പറഞ്ഞപ്പോ സത്യം എന്നാ, അല്ലെങ്കിൽ ജാലിയൻവാല പറഞ്ഞപ്പോ സത്യമാണ്. അയ്യാൻ വിശ്വസിക്കുന്നില്ല. അതേ അവിടെ പോയില്ലേ? അപ്പൊ പിന്നെ ഒരു മാർഗമുണ്ട്. ക്ലിയർ ഉണ്ട്? എല്ലാവരും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? എവിടെ ഒരു ചെറിയ മാർഗമാണ് എന്ത്? സ്വഹീഹായ സനത് സ്വഹീഹാണെങ്കിൽ അത് അംഗീകരിച്ചേ തീരും. അതില്ല. അപ്പൊ ഞാൻ അംഗീകരിക്കുന്നില്ല, വിഷയം കഴിഞ്ഞില്ലേ? അതുണ്ടായിട്ട് ഞാൻ അംഗീകരിക്കണില്ലെങ്കിൽ പിന്നെ എന്നെ പറ്റി വേറെ പറയണം. അതിനൊരു മറുഭാഗം ഒരു കൂസൂര് പറയാനുണ്ടല്ലോ, തബറുക്കിന്റെ വിഷയത്തിൽ പിന്നെ സനത് ആവശ്യമില്ല എന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തബറുക്ക് ചെയ്യുന്നു ചെയ്തോട്ടെ. ഞാനതിനെതിരല്ലോ. തബറുക്ക് ചെയ്യുന്നു ചെയ്തോട്ടെ. പക്ഷെ ഓനോ ഓന്റെ റബ്ബിനും അറിയാലോ ഓൻ ചെയ്യുന്ന തബറുക്കാണോ അതോ തട്ടിപ്പാണോ. അതായത് നമുക്ക് തബറുക്കിനെ തടയാൻ ഒരു തെളിവില്ല. തബറുക്കിനെ തടയാൻ ഒരു തെളിവ്. പക്ഷെ ഞാൻ ഇതുകൊണ്ട് തബറുക്ക് കൊടുക്കില്ല കേട്ടോ. എന്റെ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിന്റെ തെളിവാണ്. ആ തെളിവ് നിങ്ങൾ അംഗീകരിച്ചൊന്നുമില്ല. അല്ല, അത് മനസ്സിലായി. അതിപ്പോ നമ്മൾ രണ്ടാളും ഒരുപോലെ സാക്ഷിയാണ്. മറ്റേ ഇയാളെ വിഷയത്തിൽ മറ്റേ കാര്യത്തിൽ നമുക്ക് വല്ല പ്രതീക്ഷ ഇപ്പം ബാക്കിയുണ്ട് എന്തെങ്കിലും? ഏത് കാര്യത്തില്? ഹസ്റജിന്റെ അതിലും എനിക്ക് സംശയമാണ്. കാരണം അതിലും ഞാൻ പുറത്ത് കൊടുക്കൂല. അത് എന്റെ കാര്യമാണ്. കാരണം എനിക്ക് കളവ് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തില്. ഇതൊക്കെ ഞാൻ നിങ്ങൾ പറയാം, ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. കേട്ടില്ലേ? എല്ലാരും കേട്ടില്ലേ? എന്തോ ഒരു ക്ലിയർ കുറവുള്ളത് പോലെ തോന്നി ഞങ്ങള്. ഏതായാലും അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടല്ലേ, ഇതുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കൂല, തട്ടിപ്പാണ്. ഇതാരാ പറഞ്ഞു നോക്കണം. ഷാർ മുബാറക്ക് പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി ദുബായിലേക്ക് വന്ന് ദുബായ് മർക്കസിൽ വെച്ച് 4 മണിക്കൂർ ഇതിനു വേണ്ടി വാതോരാതെ സംസാരിച്ച കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്റെ കൂടെ വന്ന ഒന്നാമത്തെ സാക്ഷി. ഇപ്പം ചോദിക്കൂ നിങ്ങള് മൂപ്പരേടിയാന്ന് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഫോട്ടോ? അല്ലാഹു തൗഫീഖ് എന്നുള്ളൊരു വിഷയമുണ്ട്. എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അന്നം മുട്ടിപ്പോകും എന്ന് ധരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കലായിരിക്കും അത്തരം ആളുകൾക്ക് നല്ലത്. അതേസമയത്ത് അല്ലാഹു നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന പച്ചക്കളവ് വ്യക്തമായി കണ്ടുകഴിഞ്ഞാൽ
പിന്നെ ആളുകളെ പറ്റിപ്പിക്കാൻ ഇവർ പറയുന്ന ഒരു പൊടിക്കൈയുണ്ട്. എന്താ പൊടിക്കൈന്നാ നിങ്ങൾ കേട്ടോ? നല്ല രസമുള്ള തമാശയാ. 35 കൊല്ലോ കിതാബ് ഓതിയോ ഉസ്താദ് പറയുന്ന കേൾക്കുക, അല്ലെങ്കിൽ ഈ സാധാരണക്കാരൻ ഇവൻ പറയുന്നതാണോ കേൾക്കുക? നിങ്ങൾ ആലോചിക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ ഒരു പള്ളിയിൽ പോയിട്ട് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുക. അപ്പോ ആ ഒന്നാമത്തെ ജമാഅത്തിന് കാന്തപുരമുണ്ട് എന്ന് ഒരു ഉദാഹരണം പറയാം. കാന്തപുരമുണ്ട്, പേരോടുണ്ട്, പൊന്മളയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു തറാവീഹാന്ന് കൂട്ടിക്കോ. അപ്പോ രാത്രി സമയമായപ്പോ, പിരിവിന്റെ സമയപ്പോൾ ബാക്കി വീട്ടിൽ നിസ്കരിക്കുമെന്ന് നമ്മൾ നല്ല നീയത്ത് കണക്കൂട്ടാം. പണ്ട് ഷാർജയിൽ കാന്തപുരം 8 നിസ്കരിച്ചത് ഒഴിച്ചാൽ. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, മൂപ്പര് ശിഷ്യം പറയുന്നതാണ്. അത് നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക. കാരണം എന്തെങ്കിലും ഒരു വിഷയം ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇബ്നു കസീർ, മഹാനായ ഇബ്നു കസീർ പറയുന്നുണ്ട് ഒരു വിഷയം അദ്ദേഹത്തിന്റെ അൽബിദായത്ത് വന്നിഹായിൽ. وإنما الاعتماد والاستناد على كتاب الله وسنة رسول الله صلى الله عليه وسلم ما صح نقله أو حسن وما كان فيه ضعف نبينه. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഖുർആനും ഹദീസും കൊണ്ട് മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും പറയുന്ന വിഷയത്തിൽ വല്ല ളുഅഫുമുണ്ടെങ്കിൽ അത് ഞാൻ വേർതിരിച്ച് പറയും എന്ന് ഇബ്നു കസീർ പറയുന്നത് പോലെ ഞാൻ ഓരോ വിഷയം എന്തെങ്കിലും പറയുമോ ഇത് ഖുർആൻ ഹദീസല്ല, ഇത് ക്ലിപ്പുണ്ട്, ഇത് ക്ലിപ്പുണ്ട്, ഇത് ക്ലിപ്പുണ്ട് എന്ന് ഞാൻ പറയാനാക്കണ്ട. ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പിൽ ഇവരുടെ ശിഷ്യന്മാരുടെയോ ഇവരുടെ നേതാക്കന്മാരുടെയോ മൊഴികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ വിഷയത്തിൽ ഇന്നേവരെ ഇവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇവർക്ക് സാധ്യമല്ല. ഞാൻ എന്റെ ഒന്നാമത്തെ സീഡിയിൽ തന്നെ വെല്ലുവിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഇല്ല എന്ന് സമർത്ഥിക്കാൻ നെഞ്ചൂക്കൂടെ വരാൻ വല്ലവർക്കും സാധിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ. ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നേവരെ ഒരു നേതാക്കന്മാർ പറഞ്ഞ വിഷയം ഇത് ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സുഹൃത്തുക്കളെ ചുരുക്കട്ടെ. അങ്ങനെ അവിടുന്ന് ബോംബെയിൽ നിന്ന് മുടി കിട്ടി നസീർ അസീരിയും ഞാനും കൂടി പിറ്റേ ദിവസം തന്നെ ബഷീർ ബാക്കവി, ആരാണ് ബഷീർ ബാക്കവി എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുര വിഭാഗത്തിന് വേണ്ടി എല്ലാവിധ ഔദാര്യങ്ങളും സൗകര്യങ്ങളും അവരോട് കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന അവരുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെടുന്ന ഈ ബഷീർ ബാക്കവി, മാന്യ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട ഞാനും ഈ അബ്ദുൽ നസീർ അസീരിയും ബോംബെ പോയപ്പോ എന്നോട് ചോദിച്ച ചോദ്യം, ജാലിയൻവാലയുടെ മുടി ഒന്ന് നോക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ പരിശോധിക്കാൻ കേരളത്തിൽ നിന്ന് വന്നുവെന്നോ? ഇത് ചോദിച്ച മനുഷ്യൻ ഇത് മഹ്ശറയിലല്ല. ഇവിടെ നിന്ന് വിളിച്ചാൽ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ കിട്ടും. നിങ്ങൾ ചോദിക്ക്, ഈ ജിഷാനാകുന്ന സാധാരണക്കാരനായ ഈ പാതിയായി ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ലഫ്ല് ഈ ജാലിയൻവാലയെ സംബന്ധിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഈ വ്യാജമൊഴിയെ സംബന്ധിച്ച് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം കളവാണെന്ന് തെളിയിക്കാൻ SSF-കാരാ, കേരളത്തിലുള്ള SSF-കാരനെ കുഴപ്പമില്ല, അല്ലെ ബോംബെയുള്ള SSF-കാരനാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ബഷീർ ബാക്കവി എന്ന് വിളിച്ച് ചോദിക്കും. ഞാൻ പറയുന്നതിൽ എന്ത് ഒരു നുണ കണ്ടു? അയാൾ സത്യസന്ധനായതുകൊണ്ടല്ലേ കഴിഞ്ഞ മാസത്തിന്റെ കാന്തപുരത്തിലെ പരിപാടിയിൽ പോലും നിങ്ങൾ ബഷീർ ബാക്കവിയെ ക്ഷണിച്ചിട്ടുണ്ട്. കാന്തപുര വിഭാഗം നടത്തുന്ന പരിപാടികളിൽ അദ്ദേഹത്തെ നിങ്ങൾ ക്ഷണിക്കാറുണ്ട്. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്, നിങ്ങൾക്കറിയാം. എന്നിട്ടോ ഈ ബഷീർ ബാക്കവി നിങ്ങൾ കാന്തപുര ഉസ്താദ് പറഞ്ഞ ഒരു വിഷയത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ബോംബെയിലേക്ക് വന്നോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതല്ലേ. അത് ഉസ്താദിന് ഓതാനുള്ള മാത്രം ആയത്തല്ലല്ലോ, ശിഷ്യന്മാർക്കിടയ്ക്ക് ഓതാലോ. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജാലിയൻവാലയുടെ വീടും അവിടെയുള്ള സെറ്റപ്പും അദ്ദേഹത്തിന്റെ മുടി കൂമ്പാരങ്ങളും അവിടെയുള്ള മുടിക്ക് അദ്ദേഹം കാണിച്ചു തരുന്ന സമയത്ത് തന്നെ ഞങ്ങളൊക്കെ ആ മുടിക്ക് നേരുണ്ട് എന്ന് ഞങ്ങൾ 3 പേരും കണ്ടു ബോധ്യപ്പെട്ടതാണ്. അത് നിഷേധിക്കാൻ ഒരനുസരിക്കും സാധ്യമല്ല. ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി, ഏതെങ്കിലും ഔദാര്യത്തിന് വേണ്ടി സംഘടനയുടെ കുടക്കീഴിൽ നിന്നുകൊണ്ട് ഔദാര്യം പറ്റാൻ ശ്രമിച്ച് ഇശാനെ കള്ളനാക്കാൻ വല്ലവരും ശ്രമിച്ചാൽ നിങ്ങൾ
കഴിഞ്ഞ കാലത്ത് ഭൂതകാലത്ത് നിങ്ങൾ സംസാരിച്ചതിന്റെ ശബ്ദരേഖകളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓരോ വാദവും ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പിറ്റേന്ന് ചുരുക്കട്ടെ, ഒക്കെ പോവാനായിരം ഇതെവിടെങ്കിലും എത്തിക്കണം. അങ്ങനെ പിറ്റേന്ന് ദിവസം ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി, അന്ന് വൈകുന്നേരമായിരുന്നു, രാത്രിയാണ് മുടി കിട്ടിയത്. പിറ്റേ ദിവസം വൈകുന്നേരം ഫ്ലൈറ്റിൽ നേരെ കോഴിക്കോട് വന്നിറങ്ങി. ഇറങ്ങിയതിന് ശേഷം ഉസ്താദിനോട് വിളിച്ചു, ആദ്യം വിളിച്ച് പൊന്മുളസ്ഥാനോട് വിളിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദ് കുറെ ചിരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതെന്നായിരിക്കും തോന്നണ്ട. 5ാമത്തെ ക്ലിപ്പ് ഒന്നിട്ട് തങ്ങളെ. കഷ്ടം. കാന്തപുരത്തിന്റെ മുടിയെപ്പറ്റി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയും, നിങ്ങളൊന്ന് കേൾക്കുക. ഉസ്താദ് ഇതേടല്ല പോയിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഈ ജാലിയൻവാല മർക്കസിൽ വന്നിട്ടുണ്ട്. ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ഇയാൾ എത്തിന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോൾ സൗക്കില് എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോന്ന വിളിച്ചിട്ടാണ് ഞാൻ ലേറ്റായിട്ട് വിളിക്കുന്നത്. ഇയാള് വന്നത് ആര് കൊണ്ടാന്ന് ഞാനറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന് തന്നെ പിന്നെ ഒരു മുടിയേറ്റ പോലെ വന്നത്. ജീരാനി തന്നെ എന്തോ ഒരു കഷ്ടം. കൊണ്ടാന്ന് തന്നെ ഒരു വൈക്കായിട്ടില്ല. ഇത് പറഞ്ഞത് നിങ്ങളൊക്കെ, കാരണം ഇത് സത്യത്തിൽ ഓൺലൈനിലുള്ള കുറച്ച് ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ നാട്ടിൻപുറത്തുള്ള ആളുകൾക്കൊക്കെ CD-യുടെ രൂപത്തിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വാട്സപ്പിലെ ക്ലിപ്പിന്റെ രൂപത്തിലായാലും കുഴപ്പമില്ല. ഇവരുടെ ഈ തട്ടിപ്പ് എന്നിട്ട് നിങ്ങൾ ചെയ്ത പരിപാടികൾ കേൾക്കണം. എന്തോ ഒരു കഷ്ടം എന്ന് പറഞ്ഞ ആള് ഈ വിവാദം ഉണ്ടായപ്പോ മൂപ്പര് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ ബൈക്കേ പോക്കില്ല. മൂപ്പര് പറയുന്ന ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചുതരാം. ആ ബൈക്കേ പോകില്ല. 2ാമത്തെ ക്ലിപ്പ് പിന്നെ നമ്പർ 1 നമ്പർ 2 എന്നിട്ട് കൊടുക്കുക നിങ്ങളെ. മർമ്മപ്രധാനമായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാല്, പിന്നെ നമ്മുടെ 10,000-ഓളം പണ്ഡിതന്മാരെ മുമ്പിൽ ആണ് പിന്നെ 45 ആളെ മഹാന്മാരെ പേര് വെച്ചിട്ട് ഒരു ഇല്ലാത്ത സനത് പിന്നെ ഒരെല്ലാം കേൾക്കേണ്ടി വന്നത്. അപ്പൊ അത് പിന്നെ അതൊക്കെ ചെയ്ത ഏതുകളാണ്. അതെ. അപ്പോ അതെങ്കിലും അപ്പൊ ആസിനോട് നമ്മൾ യോജിക്കാത്തല്ല നമ്മളതിന് മാറിയുന്നത്. നമ്മൾ ചിത്തന എന്ന് പറയുന്ന ഒരു ചിത്തന വരുന്നു. ഇല്ല, അതിന് നമ്മള് ചിത്തനയിലുണ്ട്. അതിലൊരു തർക്കമില്ല. കാരണം വെച്ചാല് എഴുതുന്നത് കണ്ട് എന്ന് പറയുന്ന പിന്നെ സ്വാലിഹ് എന്നോട് നേരിട്ട് പറഞ്ഞു, ഈ ജാലിയൻവാലക്ക് അങ്ങനെ സനദിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് അയാളും പറഞ്ഞു. അയാൾക്കൊന്നും അറിയില്ല. ഇതിന്റെ ബാക്കിയുണ്ട് 9 ഇട്ടെടുക്കും. മൂപ്പര് ഈ വെള്ളം വിതരണം കൊടുക്കുന്ന സമയത്ത് അങ്ങ് പോയില്ല എന്ന് പറയാൻ നിങ്ങൾ കേട്ടോളെ. 9 അല്ല. അപ്പൊ അസിനി എന്നോട് ചോദിച്ചു, പിന്നെ പൊന്മുളസ്ഥാനിന്റെ പിന്നെ ഒന്ന് ചോദിക്കണം. പിന്നെ അതായത് പിന്നെ ഏറ്റവും ചുരുങ്ങി നമ്മൾ സുലൈമാൻ ഉസ്താദ്, അതായത് നമ്മളുമായിട്ട് ഈ വിഷയങ്ങൾ പിന്നെ യോജിക്കാൻ പറ്റുന്ന ആളുകളെങ്കിലും ഉസ്താദുമാരെങ്കിലും ഈ വിഷയം അന്ന് സൂചിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ അതൊരു ഇതാവൂലെന്നില്ല. കാരണം അതെ, ഞങ്ങള് മുസാവറയിലെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത്. മുഷാവറയിൽ വരെ പറഞ്ഞിരുന്നു എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത്. കേട്ടോ, മുസാവർ നിങ്ങളെ വന്നപ്പോ പോയതിനു ശേഷം മുസാവർ വന്ന ചർച്ചയാണ് നമ്മളിതിന് പിന്നാലെ പോകുന്ന. വിശ്വസിക്കണോ വിശ്വസിച്ചോട്ടെ, അല്ലാത്തത് വിശ്വസിക്കണ്ട.
പക്ഷെ ഇതൊക്കെ നമ്മളൊക്കെ നിലപാട് അതാണ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ റബീഉൽ അവലിന് 50,000 കുപ്പി, ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവലിന് 1.5 ലക്ഷം കുപ്പി, ഇനിയിപ്പോ 2.5 ലക്ഷം കുപ്പി, 3.5 ലക്ഷം കുപ്പി. അപ്പൊ ഇനിയിപ്പോ നമ്മളായിട്ടൊന്നും മുൻകൈ എടുത്തില്ലെങ്കിൽ ഇനിയിപ്പം അതിപ്പോ ജാലിയവാലിന്റെ മുഖേനൊക്കെ ഉറപ്പില്ലല്ലോ. അല്ല, അത് രണ്ടും പുറത്തെടുത്ത് വെക്കുന്നുണ്ടല്ലോ. മർക്കസ് നിന്ന് കാര്യമായിട്ട് പിന്നെ മൈക്കിൽ വിളിച്ചു പറയുന്ന തന്നെ പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജാലിയവാലയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഷെയർ മുബാറക്ക് വലത്ത് ഭാഗത്ത് വെച്ചിനു, പിന്നെ ഇടതു ഭാഗത്ത് ഷെയ്ഖിന്. പിന്നെ അപ്പൊ ഇതെല്ലാം അല്ല, ഇത് ഞാനിട്ട് പോയിട്ടില്ല കേട്ടോ, ഞാനിത് പോയിട്ടില്ല. എല്ലാരും കേട്ടോ, ഞാൻ അതിന് പോയിട്ടുമില്ല. ഞാൻ പറയാണ്, വലത് ഭാഗം ഷെയ്ഖ് ഖസ്റജി, അതുപോലെ ഷെയ്ഖ് ജാലിയവാല. അത് ആദ്യകാലത്ത് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ, ഷെയ്ഖും മഹാനും കുത്തുബൊക്കെ ജാലിയവാല. ഏതായാലും ബോംബെയിൽ കാശി മുടക്കി പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഷെയ്ഖും ഇല്ല, കുത്തുബും ഇല്ല, ജാലിയവാലയുടെ പേര് പറയാൻ തന്നെ മടിയായിരിക്കും. ഇരിക്കട്ടെ, ഈ വ്യക്തി ആദരവോടും തന്നെ പറയട്ടെ, പണ്ഡിതന്മാരെ പറയിപ്പിക്കുന്ന ഒരു ശൈലിയാണോ സുഹൃത്തുക്കളേത്? ഇദ്ദേഹം സംസാരിച്ചതിന് കണക്കില്ല. ഇദ്ദേഹം, ഞാൻ ചൊല്ലി ഓരോന്നോരോന്ന് ക്ലിപ്പിട്ടാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഉള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞു, സനദിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ, ഉസ്താദെ എത്രയായാലും അതൊരു വ്യാജ സനദ് വെച്ച് ഉണ്ടാക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞ മറുപടി, അതൊക്കെ അവരുടെ ചെയ്തികളാണ്, അവരുടെ ഏടുകളാണ്. എന്നിട്ട് കൊണ്ടുവന്ന മുടി, ആ മുടിയെപ്പറ്റി കഷ്ടമെന്ന് പറയുകയും കൊണ്ടുവന്ന മുടി തന്നെ തീരുമാനമായില്ല എന്ന് പറയുകയും ചെയ്ത സ്വന്തം ശിഷ്യനായ ഇസ്മായിൽ അംജദി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തി, ആ ഇസ്മായിൽ അംജദി ഈ മുടിക്ക് പിന്നാലെ പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇസ്മായിലിനോട് പറഞ്ഞിട്ടുണ്ട്, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പണി നോക്കി പോയാൽ മതി, നീ നിന്റെ പിന്നാലെ ഒന്നും പോകണ്ട എന്ന് സ്വന്തം ശിഷ്യനെ വിളിച്ച് ഉപദേശിച്ചു എന്നടക്കം ഇദ്ദേഹം പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇത് CD ഇറക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ അത് കയറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോന്നോരോ ക്ലിപ്പിട്ട് നമ്മളെ പറയാൻ ഒരുപാട് വിഷയമുണ്ട്, തീരൂല. അതുകൊണ്ടാ അങ്ങനെ ഈ പൊന്മള വിവാദമുണ്ടായതിനു ശേഷം സുബ്ഹാന ജല്ലേല ബോളിവുഡ് നടന്മാരോ ഹോളിവുഡ് നടന്മാരോ അവരെ പോലും വെല്ലുന്ന ശൈലിയിൽ ഒരു പെട്ടിയൊക്കെ നെഞ്ഞത്ത് വെച്ചു. ഞാൻ ഷെയർ മുബാറക്കിനെ വിശ്വസിക്കുന്ന ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പരിപാടിക്ക് മുമ്പിൽ വന്നിരുന്നു. ഞാൻ ആലോചിച്ചു. എന്നിട്ട് മൂപ്പരിനെ പറ്റിയൊന്നും മിണ്ടിയില്ല. എന്നിട്ട് മൂപ്പരുടെ പൊന്മള ഉസ്താദിന്റെ സംസാരത്തിന് ശരഹെഴുതാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പേരോട് ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, അത് മൂപ്പര് ഞാൻ രണ്ടിനും പോയിട്ടില്ല എന്ന് പറഞ്ഞത് ബോംബെയിലേക്കാണ്. തിരിഞ്ഞോ? മർക്കസിൽ ഉസ്താദെ വെള്ളം കൊടുക്കുന്നുണ്ട്, ഓരോ കൊല്ലം 50,000, അതുപോലെ 1.5 ലക്ഷം 3 ലക്ഷം കുപ്പി വെള്ളം കൊടുക്കുന്നുണ്ട്. അവിടെ വലതു ഭാഗത്ത് ജാലിയവാല എന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇടതു ഭാഗത്ത് ഹസ്രജി എന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആ വഴിക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അതെടിയാ ബോംബെയാ അല്ലെങ്കിൽ മർക്കസോ? അത് ആർക്കാ തിരിയാത്തെ? എന്നിട്ട് പറഞ്ഞു അത് ബോംബെയെ സംബന്ധിച്ചാണ്. ഇരിക്കട്ടെ, ബോംബെയെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു തിരിശേഷിപ്പ് കാണാൻ ബോംബെയിൽ പോകുന്നത് കഷ്ടം എന്ന് പറയാൻ പാടുണ്ടോ ഉസ്താദെ? അറിയായിട്ട് ചോദിക്കുക. ഈ നിലവാരത്തിലുള്ള ആളുകൾ ഞാൻ ചിന്തിച്ചുപോയി. ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസ് പാർട്ടി മുമ്പ് ഉമാഭാരതി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവരെ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇന്നത്തെ അവരുടെ പ്രധാനമന്ത്രിയെ പറ്റി വളരെ മോശമായ രീതിയിൽ ഇവര് സംസാരിച്ചു, ഈ ഉമാഭാരതി. അപ്പോ അതിന്റെ ശേഷം ഈ ഇലക്ഷനിൽ ഇപ്പോ രണ്ടാളും ചക്കരും രണ്ടാളും ഒന്നായല്ലോ. അപ്പൊ കോൺഗ്രസ് പാർട്ടി ക്ലിപ്പ് ഇട്ടുകൊടുത്തു. ക്ലിപ്പ് എല്ലായിടത്തുണ്ടല്ലോ. ക്ലിപ്പ് ഇട്ടപ്പോ ഉമാഭാരതി പറഞ്ഞു, അത് ഞാൻ പണ്ട് അത് എതിർത്ത സമയത്ത് പറഞ്ഞു പോയതാ, അതുകൊണ്ട് ഇപ്പൊ ഇടല്ല. ഉമാഭാരതിക്ക് ഉള്ള ഒരു സത്യസന്ധത പോലും ഈ മൊയ്ലിയാമാര് കാണിച്ചില്ലെങ്കിൽ ആലോചിക്കണം. ഇവര് പറഞ്ഞതിൽ ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവര് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവ് ധരിച്ചുകൊണ്ട്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ വേഷവിധാനം ധരിച്ചുകൊണ്ട്, ആലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ജനങ്ങളോട് പ്രബോധനം നടത്തിയിട്ട് ഇവർ ഉള്ളിലൂടെ ഈ മുടിയെ ശക്തമായി എതിർക്കുകയും ഇതിനെ പരിഹസിക്കുകയും ഇതിനെ പുച്ഛിച്ച് ചിരിക്കുകയും ഇതിനെതിരെ എല്ലാവിധ പ്രോത്സാഹനമെന്നോണം എന്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് വിവാദം വന്ന സമയത്ത് പറഞ്ഞു,
ഷേർ മുബാരക്ക് സിന്ദാബാദ്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആര് കള്ളനാണ്? ഇത് ക്ലിപ്പാക്കിയില്ലെങ്കിൽ സമൂഹം വിശ്വസിക്കോ? ഏതെങ്കിലും വിശ്വസിക്കോ? പൊന്മള അബ്ദുൽ ഖാദിർക്ക് മുസ്ലിയാർക്ക് ഈ കാന്തപുരം കൊണ്ടുപോകുന്ന വ്യാജമൊഴിയിൽ വിശ്വാസമില്ല എന്ന് ഞാൻ എന്റെ നാക്കുകൊണ്ട് പറഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിശ്വസിക്കേണ്ട ചില കാര്യങ്ങൾ വരുമ്പോ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ. അപ്പോ ഇനി വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവാ. കാരണം ദീർഘിപ്പിച്ച് പറഞ്ഞാൽ സമയം അതിക്രമിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പൊന്മള ഉസ്താദിനെ ഏകദേശം ഞാനും നസീർ അസ്ഹരിയും പൊന്മള ഉസ്താദിന്റെ മുമ്പിലിരുന്ന് മണിക്കൂറുകൾ വിശദീകരിച്ചു കൊടുത്തു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, എല്ലാം ഇതാക്കി. പിന്നെ ഇത്രയും വലിയ പണ്ഡിതന്മാരോട് എനിക്ക് ആ സദസ്സിൽ വെച്ച്, ആ വേദിയിൽ വെച്ച് നിങ്ങൾ തീരുമാനം ഇപ്പൊ എടുക്കണം എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സാധാരണക്കാരനല്ലേ? ബോധ്യപ്പെടുത്തി കൊടുക്കുക, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോ ഞാനൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് സൊഫില് കാന്തപുരവും അതുപോലെ തന്നെ പേരോടും പൊന്മുളൊക്കെ നിങ്ങൾ നിസ്കരിക്കുക, ഇമാം ഇങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവരൊക്കെ പോയി. അപ്പൊ ഒരു നാടനായ എന്നെ പോലുള്ളൊരു നാടൻ ഇമാമിന്റെ പുറകിലൊരു നജസുണ്ട് എന്ന് കണ്ടപ്പോ ഇമാമിനെ വിളിച്ചു, ഉസ്താദെ നിങ്ങളെ മുഡിന്റെ പുറത്തത് ഒരു നജസ് കാണുന്നു അത്. അപ്പോ അവിടെയുള്ള SSF പറയാ, മുണ്ട് മാറ്റണ്ട, കാന്തപുരം ഉസ്താദ് നിസ്കരിച്ചില്ലേ, അവര് കണ്ടില്ല, പേരോട് ഉസ്താദ് കണ്ടില്ല, പൊന്മള കണ്ടില്ല. ഇതാണോ മറുപടി? കാണാത്ത ആളുകൾ എങ്ങനെ മറുപടി പറയും? ജാലിയവാല ആരാണെന്ന് ജീവിതത്തിൽ കാണാത്ത പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണോ ജാലിയവാല ആരാണെന്ന് കേരളീയ സമൂഹത്തോട് പറയേണ്ടതും? പത്രസമ്മേളനത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം നടന്ന പത്രസമ്മേളനത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാന്യനായ അലിബാഫയ്ക്ക് തങ്ങൾ ഒന്നിച്ച് കാന്തപുരവും പേരോടും അതുപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇരുന്ന് സംസാരിക്കുമ്പോ പേരോട് ഉസ്താദ് ചോദിക്കുക കാന്തപുരത്തോട്, എന്തായിരുന്നു ഉസ്താദ് അയാളെ പേര്? തിരുശേഷിപ്പ് കൊടുത്ത ആളെ പേര് ചോദിക്കുക. ജാലിയവാലിന്റെ പേര് പോലും ഓർമ്മയില്ല. ഈ നിലവാരത്തിൽ ഇവരെ ഒരു നിലക്കും, ഇത് ഞങ്ങൾ വെറുതെ പറയല്ല, തെളിവുകളുടെ മാലപ്പടക്കമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മളൊക്കെ നമ്മുടെ സന്താനങ്ങളെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ ഭാര്യമാരെക്കാളും പിതാക്കളെക്കാളും എന്തിനേക്കാളും സ്നേഹിക്കുന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ഷാർ മുബാറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജില്ലയിൽപ്പെട്ട 3 തിരുകേശമെന്ന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 3 മുടികൾ കിട്ടി. എപ്പോ കിട്ടിയോ? 2005 ഒരു കൗല് പ്രകാരം 2006. ഏതായാലും ഇരിക്കട്ടെ. ഏതായാലും ഈ 2005 2006 ജാലിയവാലയുടെ മുടികൾ മർക്കസിലേക്ക് കിട്ടി. നിങ്ങൾ ആലോചിക്കണം, അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന കാന്തപുരം, അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലേക്ക് ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന കാന്തപുരം, അതുപോലെ തന്നെ മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കാന്തപുരം കേരളത്തിൽ നിന്ന് കോഴിക്കോടായാലും കൊച്ചിയായാലും 1 മണിക്കൂറും 15 മിനിറ്റും യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമുള്ള ബോംബെയിൽ 3 തിരുശേഷിപ്പുകൾ ഷാർ മുബാറക്കുകൾ കൊടുത്ത എന്ന് ഇവരവകാശപ്പെടുന്ന ഒരു മനുഷ്യനെ എന്തുകൊണ്ട് കാണാൻ പോയില്ല? കാസർഗോഡുള്ള ഓരോ വിശ്വാസിയും ഈ വ്യാജമൊഴിയെ ന്യായീകരിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാ. നിങ്ങളറിയോ, 2005 കാന്തപുരത്തിന് ഈ മുടി കൊടുത്തതിന് ശേഷം 2006 കാന്തപുരം ജാലിയവാലയെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു പറയാൻ. 2007 കണ്ടില്ല, 2008 കണ്ടില്ല, 2009 കണ്ടില്ല, 10 കണ്ടില്ല. 2011 ഹമീദ് പൈസിയുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ SKSFന്റെ നേതാക്കന്മാർ ബോംബെയിൽ പോയി അവരും 7 മുടികളുമായി കടന്നു വന്നതിന് ശേഷം കേരളത്തിലാകെ അങ്ങനെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷമുള്ളപ്പോ കാന്തപുരം ഒരു സന്ദർശനം, അണികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സന്ദർശനം നടത്തിയെന്നതല്ലാതെ 6 വർഷത്തോളം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പോലെ ഒരു മൂമിനാണെങ്കിൽ പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഷാർ മുബാറക്കിന്റെ കഷ്ണം കിട്ടിയാൽ നിങ്ങൾ തന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കില്ലേ?
നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കില്ലേ? എന്തുകൊണ്ടാ ഞാൻ ചോദിക്കുന്നു. ഒരു 50,000 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 50,000 റിയാല് ഏതെങ്കിലും ഒരു അറബി മർക്കസിലേക്ക് ഓഫർ ചെയ്താൽ അടുത്ത സമ്മേളനത്തിന് ആ അറബിയെ നിങ്ങൾ സ്റ്റേജിന്റെ മുമ്പിൽ ഇരുത്തൂലേ? SSF-കാരാ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചോ. ഹബീബായ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 തിരുകേശം കിട്ടി എന്ന് പറയുന്ന ശൈഖാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച, സൂഫിയാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച, പണ്ഡിതനാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ജാലിയവാലി എന്തേ മർക്കസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിലേക്ക്, നിങ്ങളുടെ സാദിയയിലേക്ക് അല്ലെങ്കിൽ സിറാജുലുദയിലേക്ക് അല്ലെങ്കിൽ അൽ മഖറിലേക്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് എന്തേ ഒരു പ്രാവശ്യമെങ്കിലും ആ മനുഷ്യനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? കാരണം സാധിക്കൂല. ഞാൻ പറഞ്ഞ കേട്ട വിവരം പറയണ്ടേ, ഈ മനുഷ്യൻ എന്നോട് പറയാ ഇതുപോലെ ഒരു വെള്ളിമോതിരം ഉണ്ടാക്കിയിട്ട് ഒരു തകിട് അതിൻ്റെ ഉള്ളിൽ ചുറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യണോ, ആഗ്രഹമുള്ള ആളുകളെ തോളത്ത് തട്ടിയാൽ ആഗ്രഹം നടക്കൂ. എന്നിട്ട് ഒരു വെള്ളിമോതിരത്തിന്റെ തകിടും കുറെ കുണ്ടാമണ്ടി സാധനങ്ങൾ എന്റെ കയ്യിൽ തന്നു. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പൊന്മള ഉസ്താദിനോട് പറയുമ്പോൾ തങ്ങൾക്കൊക്കെ ഉറുദി തങ്ങൾക്ക് അറിയാം, പൊന്മള ഉസ്താദ് ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട് ഈ കാക്കാന്റെ വർത്താനം കേട്ടിട്ട്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, മോതിരം തട്ടുന്ന സമയത്ത് 3 കുൽഹുവല്ലാഹു പടും. കുൽഹുവല്ലാഹു പറഞ്ഞ വല്ലാഹി വല്ലാഹി ഇയാൾക്കൊരു ചുക്കറിയില്ല, വെറുതെ പറയല. അങ്ങനെ നമ്മൾ പിന്നെ ജോലി സ്ഥലത്തായതുകൊണ്ട് വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഓൺലൈനിലൂടെ ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഫാത്തിഹ സൂറത്തിന്റെ പകുതിയെങ്കിലും ഓദിപ്പിക്കാൻ ധൈര്യമുള്ള SSF-കാരനുണ്ടോ? വെല്ലുവിളിയാണ്. ആ നേരെ UAE-ലുള്ളൊരു മൊയിലേര മറുപടി, അനഫീ മദ്ഹബിൽ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമില്ല. ഇത് വെറുതെ പറയല്ല, യാഥാർത്ഥ്യം പറയാ. എന്റെ സുഹൃത്തായ അസീസ് പി ഷാഹിദ് എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ICF പ്രവർത്തകനായ, സത്യം ബോധ്യപ്പെട്ടപ്പോ മെമ്പർഷിപ്പ് വലിച്ചു ചാടി ആ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് വന്ന എന്റെ സുഹൃത്ത് അസീസ് പി ഷാഹിദ് എന്ന ആ മാന്യ സുഹൃത്തിനോട് അദ്ദേഹത്തോട് അവിടെയുള്ള AP-കാരന്റെ ഒരു മൊയിലേര് പറഞ്ഞ മറുപടിയാണ്, ഫാത്തിഹ പഠിക്കൽ ഹനഫി മദ്ഹബിൽ നിർബന്ധമില്ല. പിന്നെ മദ്ഹബിയ നിങ്ങളാരും തെറ്റിച്ച് ഫാത്തിഹ പഠിക്കൽ എല്ലാ മദ്ഹബിലും വേണ്ടേക്കാം. അപ്പൊ ഞമ്മക്ക് ഇതിന്റെ വിഷയം പിന്നെ മദ്ഹബിയായ ചർച്ച പിന്നെ മുടിയങ്ങ് പോകൂലേ? ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, മുസ്ഹഫ് തുറന്നു വെച്ച് ചോദിയാൽ മതിയെന്ന്. മുസ്ഹഫ് തുറന്നു വെച്ച് ഇയാൾക്ക് ഫാത്തിഹ സൂറത്തിന്റെ പകുതി. അന്നേരം എന്നോട് കുറെ സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ല ജിഷാനെ പകര ഉസ്താദാറ്റം പോയിട്ട് പഠിപ്പിച്ചു കൊടുത്താലോ? ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ നിങ്ങളെ മാഹിയും കാസർഗോഡും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയും ചേയ്ക്കുന്ന കുഞ്ഞിന്റെ ഡാഷ് കണ്ട ഡാഷ് എന്ന് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായല്ലോ. ചേയ്ക്കുന്ന കുഞ്ഞിന്റെ ഡാഷ് കണ്ട തിരിയെന്ന് പറഞ്ഞു. ഈ ഓദിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് എത്ര പഠിക്കുമെന്ന് ഇയാളെ നമുക്കറിയാലോ. കാരണം 2 ദിവസമാണ്, 2 ദിവസം മണിക്കൂറുകൾ ഇയാളെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ എന്നാലും ഒരു ആശങ്ക, എന്നാലും ഫാത്തിഹ മൂപ്പര് പഠിച്ചാലോ? എന്നെ കൊണ്ടൊരു ഫാത്തിഹ പഠിച്ചില്ലേ ആള്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞു, ഉസ്താദുമാരോട് പറഞ്ഞു, ചുരുക്കട്ടെ, 1ാമത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം സിറാജുൽ ഹുദയിലേക്ക് പോയി. എനിക്ക് സുന്നത്തി ജമാഅത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ബഹുമാന്യനായ പേരോട് ഉസ്താദിന്റെ മുമ്പിലേക്ക് പോയി. ഈ കെട്ടും മുണ്ടിയും പൊന്മുള ഉസ്താദ് കുറച്ച് വിശാല മനസ്സാ, ഓപ്പൺ മൈൻഡാ. ഇത്തരൊക്കെ തുറന്നു നോക്കി ഇതൊക്കെ കണ്ട് രസിച്ചു ചിരിച്ചു, അതുപോലെ മടക്കി വെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, 2011 ഞാനിത് കണ്ടിട്ട് 2012 2 വർഷം, 2012, 2013 ഈ 2 വർഷം ഞാൻ സ്വന്തം മാതാപിതാക്കളോട് ഈ തട്ടിപ്പ് പറഞ്ഞില്ല. അറിയണം, ഞാനിത് കഴിഞ്ഞ് 2012 ഗൾഫിൽ പോയപ്പോ ഉമ്മ പറയും, മർക്കസിലേക്ക് അയക്കാൻ ആരെങ്കിലും കിട്ടണം കുട്ടികളാ, വെള്ളം വാങ്ങിക്കാനേ. എന്റെ നെഞ്ഞി പടക്കണ്ട്, ഇതെന്താ വെള്ളം വാങ്ങിക്കുന്നതെന്ന്. പാവപ്പെട്ട ഉമ്മാനോട് ഈ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഈ തട്ടിപ്പാ നടത്തുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് പണ്ഡിതന്മാരോടുള്ള മതിപ്പ് ഇല്ലാതായി പോയിട്ട് ഇവിടെ കുട്ടിച്ചോറാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ക്ഷമിച്ചിരുന്നു. ചുരുക്കി പറയട്ടെ, അങ്ങനെ പേരോട് ഉസ്താദിനെ കാണിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദെ തുറക്കട്ടെ? നീ തുറക്കണ്ട.
പൊന്മുള ഉസ്താദ് തുറന്നു കേട്ടോ. എന്നിട്ട് രസം കേൾക്കണോ? ഈ വിവാദം ഉണ്ടായ സമയത്ത് ഓൺലൈനിൽ പേരോട് ഉസ്താദിന്റെ ഒരു അല്ലേ എന്താ കുമ്മോളി ഇബ്രാഹിം സഖാഫി മൂപ്പരിത് കേൾക്കുന്നുണ്ടാവും കേട്ടോ. മൂപ്പരിപ്പൊ കേൾക്കും. ഓരോരുത്തരെ നമുക്ക് ഏകദേശം കോല അറിയാനോ. കുമ്മോളി ഇബ്രാഹിം സഖാഫി ഈ വിവാദമുണ്ടായപ്പോ ഓൺലൈനിലൂടെ ഒരു പ്രസംഗം മുടിയുമായിട്ട് കൊണ്ടുവന്നത് സത്യം തന്നെയാ. അപ്പോ സ്വന്തം ഉസ്താദിനൊന്ന് ഒപ്പിച്ച് പറയണല്ലോ. ഉസ്താദ് അത് കൊണ്ട് കണ്ട ഉടനെ തന്നെ ചുംബിച്ചു. ഇതറിയില്ലല്ലോ. ഓൺലൈനിൽ മൂപ്പര് ഫത്വ കൊടുത്ത പേരോടുസ്താ അറിയില്ലല്ലോ. പേരോടുസ്താദ് കേരളത്തിലെ വേറെ വേദിയിൽ അവൻ കൊണ്ടുവന്നു. അവൻ ഫിത്തനക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. കളവ് പറയാൻ നിങ്ങളെ ഒരു ഉളുപ്പില്ലാതെ. അതുകൊണ്ട് ഇങ്ങനെ കളവരുത്. സത്യത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞത് സത്യം. മൂപ്പരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ പേരോട് ഉസ്താദിനൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന കുമ്മോളി ഇബ്രാഹിം സഖാഫി പറഞ്ഞു അത് ചുംബിച്ചിട്ടുണ്ട്. പച്ച നുണ പറഞ്ഞ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് കുറെ വയല് പറഞ്ഞു. നീ ശിഷ്യനെ പോലെയാണ്, നീ മോനെ പോലെയാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഈ വിഷയം സമൂഹത്തോട് പറഞ്ഞ് ഇവിടെ ഫിത്തിന ഉണ്ടാക്കരുത്, കുഴപ്പമാകും, ആളുകൾ ഈമാൻ തെറ്റിപ്പോകും. ഞാൻ വിചാരിച്ച റബ്ബേ ഇതിപ്പോ ഞാനാറ്റം പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് മുജാഹിദായി പോയിട്ടുണ്ട്, ഇത് നമ്മൾ കാണണ്ടേ. ഞാൻ കരുതി അങ്ങനെയാണല്ലോ. മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും 1-ാം ഘട്ടമായത്ത് ലാ തഖ്റബുസ് സലാത്ത വഅൻതും സുകാരാ. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മദ്യം കഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതേ സമയത്ത് 3-ാം ഘട്ടം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റജ്സുൻ മിൻ അമലി ശൈത്താൻ. ഞാൻ കരുതി ഒറ്റ അടിക്ക് ഇത് ഇവർക്ക് നിർത്തിക്കാൻ പ്രയാസമായിരിക്കും, കുറച്ച് കാത്തിരിക്കാം. ആ സമയത്ത് ഓൺലൈനിലുള്ള പല ജീവികളും, ഞാൻ പേര് പറഞ്ഞിട്ട് ഓലാരും വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഭയങ്കര ചർച്ചയാണ്. എങ്ങനെ നിർത്തിക്കും, ആളുകൾക്ക് ഇങ്ങനെ ചതി പാടുണ്ടോ, വഞ്ചന പാടുണ്ടോ. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ, ഈ വിവാദമല്ല, ഈ പൊക്കിൾ, ഈ ചലത്തിന്റെ മേലെ മുഹമ്മദ് രാമന്തല്ലി സാഹിബ് ഒരു സൂചിയെടുത്തങ്ങ് കുത്തി. അതാണ് 2013 ഓഗസ്റ്റ് 28 റിപ്പോർട്ടർ ചാനലിലൂടെ നിങ്ങൾ ആദ്യം പൊട്ടിയ ചലം. അപ്പൊ എല്ലാരും ഞെട്ടി. അപ്പൊ ഞെട്ടിയപ്പോ നമ്മൾ സാധാരണ കടപ്പുറത്ത് പോയാൽ കാണുന്നുണ്ട് ഞെണ്ടിന്റെ മാളത്തിലേക്ക് ഓടിപ്പോവും. ജിഷാൻ ഒറ്റക്കിട്ടിട്ട് എല്ലാവരും ഓടിപ്പോവും. ഷെയർ മുബാറക് സിന്ദാബാദ് ഖാൻ ബ്രസ്താസിൽ ഇത്രയും കാലം എന്റെ കൂടെ വന്നിട്ട് എതിർത്ത കമ്പനി മുഴുവൻ എല്ലാവർക്കും വലിയ വിശ്വാസമുള്ള ആളായിട്ട് ചിത്രീകരിച്ചിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് സംഘടനയ്ക്ക് വേണ്ടിയും കളവിന് വേണ്ടിയും, ഇത് കേവലം ഒരു മുടിയുടെ വിഷയമല്ല, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഹറഫിന്റെ കളവ് പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മുസ്ലിം ലോകത്തിലെ ഇമാമിങ്ങളുടെ വാചകങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പച്ചനുണകൾ പ്രചരിപ്പിച്ചു. കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാനെന്നതുപോലെ സമൂഹത്തിന്റെ മുമ്പിൽ സത്യസന്ധത വരുത്തി തീർക്കാൻ വേണ്ടി കുറെ കാലം പ്രസംഗിച്ച വാചകങ്ങൾ നിങ്ങളൊക്കെ കേട്ടതല്ലേ? എന്തായിരുന്നു വാചകം? ഡൽഹിയിലുള്ള ഖുതുബുദ്ദീൻ ഫിർദൗസിയിലൂടെ, മാർഹര ഷരീഫ് വഴി ബറക്കാത്തി ഥലാത്തികളിലൂടെ എനിക്ക് കിട്ടിയ തിരുശേഷം, അങ്ങനെയല്ലേ കുറെ കാലം കേട്ടത്? കുറെ കാലം പ്രസംഗിച്ച ശൈലിയായിരുന്നു. കുറെ കാലം മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാലയുടെ പേര് ഇവർ മൂടിവെച്ചു. ഒരു ഖുതുബുദ്ദീൻ ഫിർദൗസിയും ഒരു ബറക്കാത്തി സാദാത്തികളും. മുത്തുമൂമിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു സയ്യിദല്ല എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളല്ല. അദ്ദേഹം ഒരു തങ്ങളല്ല, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, അദ്ദേഹത്തിന് മാർഹര ഷരീഫുമായി ഒരു ബന്ധവുമില്ല, അദ്ദേഹത്തിന് ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ല. എന്നിട്ട് ഇതൊക്കെ മൂടിവെച്ച് ഈ കേരളീയ സമൂഹത്തിൽ വന്നിട്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പച്ച നുണ പ്രസംഗിച്ചു. ഇതൊക്കെ കുറെ കാണാനുള്ള യോഗം എനിക്കുണ്ടായിപ്പോയി. ഇതൊക്കെ കണ്ടപ്പോ ഇവൻ മുനാഫിക്കാണ്, ഇവൻ തെമ്മാടിയാണ്, ഇവൻ വിവരമില്ലാത്ത ഫത്വകൾ ഓരോന്ന് കൊടുത്തു. ഞാൻ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിക്കുന്ന ഇത് വേറൊരു മുടി വിഷയമാ. ഞാൻ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഇപ്പോ
സ്വന്തം നേതാവിന്റെ തട്ടിപ്പുകളോടൊന്ന് പുറത്തു വരുന്ന സമയത്ത്, സംഘടന നടത്തിയ കൊടും ചതികൾ പുറത്തു വരുന്ന സമയത്ത് ഓൺലൈനിൽ ഇറങ്ങുന്ന കുറെ രോഗികളുണ്ട്. 2013 ഓഗസ്റ്റ് 22 വരെ സുന്നി പ്രവർത്തകരുടെ ചുണക്കുട്ടി, എന്തൊക്കെയാ RCK പേര് വാചകങ്ങൾ, ഭയങ്കര, നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. എല്ലാമായിരുന്നു ഞാൻ, എന്റെ കുടുംബം ഒക്കെ. ഇപ്പൊ 2013 ശേഷം ഞാനും എന്റെ കുടുംബവും മഹതലിപൊളി. എന്നാ ഞാൻ പറയാ, ഇത് നിങ്ങളോട് സദസ്സിലുള്ള ഏതായാലും രാമനെല്ലി വീഡിയോ ഇറക്കുമല്ലോ അല്ലേ? ആരാ ഇറക്കുന്നറിയില്ല, ഇനി കാസർഗോഡുള്ള ആളുകളാണോ അല്ലെ രാമനെല്ലി സാഹിബ്, ആരാ ഇറക്കിയാലും കുഴപ്പമില്ല. ഇത് സദസ്സിനോട് പറയല്ല, ഇത് കേൾക്കുന്ന SSFകാരോടും പറയല്ല, AP-ക്കാരായ കാന്തപുരത്തിന്റെ നേതാക്കന്മാരോട് പറയുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുറച്ച് ഊക്കോടെ പറഞ്ഞു തന്നെയാണ്. കാരണം ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്മായിൽ സഖാഫി പോയി, ഹസൻ സഖാഫി കൂട്ടത്തിൽ പോയി. ഇവിടെ ഞാനൊരു നാസർ സഖാഫിയെ കണ്ടു, അദ്ദേഹം പോയി. ഈ പണ്ഡിതന്മാരൊക്കെ മനം മടുത്തും ഇവരുടെ തെമ്മാടിത്തം സഹിക്കാൻ വയ്യാതെയും സംഘടന വിട്ടപ്പോ എന്താ ഇവർ ചെയ്യുന്ന പരിപാടി നിങ്ങളറിയോ? ഇവര് കടന്നാക്രമിക്കും. അത് കക്കാട് പൈസയായാലും, അത് ത്വരീഖത്തിന്റെ എന്തോ വിഷയമാട്ടെ, ഏത് വിഷയമായാലും, മലയ മുഹമ്മദ് സഖാഫി ആയാലും, അതുപോലെ തന്നെ അഷ്റഫ് സഖാഫി ആയാലും, അതുപോലെ തന്നെ സലീം നദവി ആയാലും, ഇവരെ കൂടാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടികൾ, ഒരാരോപണം കള്ളത്തൊരീഖത്ത്, പിന്നെ രണ്ടാമത്തെ ആരോപണം സാമ്പത്തികം, മൂന്നാമത്തത് സ്ത്രീ വിഷയം. ഈ ഒരു കൊല്ലം കൊണ്ട് പയ്യോളി ഒറ്റ പരിപാടിയാണ് പബ്ലിക്കിൽ നിന്നത്. കൊലപാതകം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചാർജ് ഷീറ്റും എനിക്ക് കിട്ടി. ഇനി ഇന്ന് കാസർഗോഡ് പരിപാടി കൂടി നാളെ ഇനിയിപ്പോ കൊലപാതകവും കൂടി എനിക്കറിയില്ല. ഒരു കാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അറിയില്ല, അതും എന്റെ തലയിലേക്ക് ഇവരിടുമെന്ന് കണ്ടറിയണം. ഇത് ഞാൻ പറയാൻ കാരണോ, ഈ പാവപ്പെട്ട കാന്തപുരം കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പാവപ്പെട്ട പണ്ഡിതന്മാർ, അവരുടെ സ്ഥിതി എന്താ? അവര് ഫലസ്തീനിലുള്ള പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥ, കയ്യിലൊന്നുമില്ല. സംഘടനയുടെ നേതാക്കന്മാർ തോന്നിവാസങ്ങള്. എന്റെ പാവപ്പെട്ട ഉമ്മാക്ക് മൊബൈലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ കണ്ടില്ല, ഒരു മൊബൈലിൽ സ്വന്തം കോൾ ചെയ്യാനും അറ്റൻഡ് ചെയ്യാത്ത എന്റെ കുടുംബത്തൊക്കെ പറ്റി പറയാനുള്ളൊക്കെ പറഞ്ഞു. എന്റെ പാവപ്പെട്ട ഉമ്മാനെ പോലും ഇപ്പൊ ഇവർക്ക് 4 സാക്ഷികളാ വിഷയം വേണ്ട, ഞാൻ പറയുന്നില്ല, പച്ച തോന്നിവാസം പ്രചരിപ്പിച്ചിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, തീയിൽ മുളച്ചത് നിങ്ങളുടെ വെയിലത്ത് വാടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് പാവപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടരാകല ജിഷാൻ മാഹി, പാവപ്പെട്ട അഷ്റഫ് സഖാഫി ആവൂല ജിഷാൻ മാഹി, പാവപ്പെട്ട മലയമ്മ സഖാഫി ആവൂല ജിഷാൻ മാഹി. നിന്റെയൊക്കെ നേതാവിന്റെ തിരുനിറം എല്ലാത്തിനും തിരുവയിപ്പോ, അതുകൊണ്ട് തിരുകൂട്ടിക്കൊടുത്ത അത് കളിക്കുന്നത് സൂക്ഷിച്ചു കളിച്ചോളൂ. വിവരമില്ലാത്ത SSFകാരാ, അതുകൊണ്ട് വിവരം ഞാൻ അറിയിക്കും. തൽക്കാലം നിങ്ങൾ കൂടുതലും വന്നൂബിൽ മുഅ്മിനീന ഖൈറ, കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട, തൽക്കാലം അത്രയും. കാരണം പൊന്മുൾ ഉസ്താദിന്റെ അറിയാൻ എന്താ പറഞ്ഞത്, മൂപ്പര് ചെയ്തോളും, ബാക്കി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കാണാം. ഇനി കഴിഞ്ഞോ, ഒരു പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ബാംഗ്ലൂർ വന്നിരുന്നു. വിശ്വവിഖ്യാതമായ ഒരു ബാംഗ്ലൂർ യാത്ര, അതും ഓർമ്മയിലിരിക്കട്ടെ. പിന്നെ പാവപ്പെട്ട കുറച്ച് തങ്ങന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട
അഹ്ലു ബൈത്തിൽപ്പെട്ട ചില തങ്ങന്മാർ കായംകുളത്ത് നിന്ന് ഒരു വണ്ടി പിടിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്നേഹപൂർവ്വം പൊന്മള ഉസ്താദിനോട് പറയട്ടെ, ജിഷാം മാത്രമൊന്നല്ല നിങ്ങളെ ക്ലിപ്പാക്കിയത്, ആ തങ്ങന്മാരും ക്ലിപ്പാക്കിയിട്ടുണ്ട് എന്ന് പൊന്മള ഉസ്താദ് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. ആ തങ്ങന്മാരുമായും നല്ല ബന്ധാണ്. അവര് പറഞ്ഞതും ഇത് പൈസന്റെ ഊക്കൊണ്ടല്ല. ഇത് ചില സമയത്ത് ചില സാധനങ്ങൾ ഇങ്ങനെ ഈ ഫുട്ബോൾ കളിക്കൊക്കെ കാണുന്നില്ല, റഫറി ഒരു ചോന്ന കാർഡ് ഇങ്ങനെ എടുത്ത് പൊക്കുക, അതുപോലെ ചില ഇതിനെ സംബന്ധിച്ച് വലിയ കാര്യം. ഇത് ആവശ്യമുള്ള സാധനമാണ്. വല്ലാതെ ചൊറിഞ്ഞാൽ ചോറി പഠിപ്പിക്കും. കാരണം ഇന്നേറെ മാഷ് അൻസാർ മാഷയുടെ സാക്ഷിയാണ്. പയ്യോളി ഞാൻ മുടിയെ സംബന്ധിച്ച് എല്ലായിടത്തും പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ ഒരാളെ ന്യൂനതയിലേക്കോ ഞാൻ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഊഹിക്കരുതേ, ഇന്നാളെ ഇന്ന് എല്ലാവരും മാന്യന്മാരായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. പക്ഷെ ഒരു സൂചന പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ എന്നിട്ട് ഇവരെന്നെ പേടിപ്പിക്കാം. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കേട്ടു, ഓനോട് പബ്ലിക്കിൽ പോകുന്നത് നിർത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രചരണം കേട്ടോ. ഖത്തറിൽ ഇവരെ പ്രചരണത്തിന്റെ ഒരു ഊക്ക് നോക്കണം. ഞാൻ ഒന്നാമത് ജോലി ചെയ്ത ഒരു ഹോട്ടലിന്റെ പേരാണ് അൽബൈറത്ത് ഹോട്ടൽ. അപ്പോ ഒരുത്തന്റെ കമന്റ്, ഖത്തറിലെ അൽബൈറത്ത് ഹോട്ടൽ ജിഷാൻ മാഹിക്ക് മറക്കാൻ പറ്റുമോ? ഇത് കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് വിചാരിക്കും ഹോട്ടൽ എന്നാലും കേൾക്കുമോ എനിക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ഫസ്റ്റ് ജോലി ചെയ്ത സ്ഥലമല്ലേ. എന്നിട്ട് ഈ ഊക്കുള്ള വെല്ലുവിളിയാ. ഇനി ഞാൻ പറയാ, നിങ്ങൾ വ്യാജ സനത് ഉണ്ടാക്കിയതുപോലെ മഫലൻ ഒരു കള്ള സനതുമായിട്ട് ഇനി എന്റെ മേലെ വന്നു എന്ന് നിങ്ങൾ കൂട്ടിയാൽ ഞാൻ ചോദിക്കട്ടെ, മാഹിയിലുള്ള ജനങ്ങൾക്ക് എന്താ അറിയും? മാഹിയിലുള്ള ഒരു സാധാരണക്കാരൻ, ഞാൻ മുഷാവർ മെമ്പറ, പണ്ട് വേറൊരു ഉസ്താദ് പറയുന്ന പോലെ ഞാനൊരു പ്രസ്ഥാന, നിങ്ങളെവിടെ കേട്ടോ ജിഷാൻ സുന്നി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലാണോ? ഞാനൊരു തനി നാടൻ. രാമന്തല്ലി പറഞ്ഞ പോലെ ഏതെങ്കിലും വൃത്തികേട് എനിക്ക് കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തുനിന്ന് പഠിച്ച. എന്നിട്ട് ഇവര് പേടിപ്പിക്കുക, ഓൻ അങ്ങനാക്കും ഇങ്ങനാക്കും. എന്നാ ഞാൻ KKM സയ്യിദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഹലാലായ നിക്കാഹിൽ പറഞ്ഞ വല്ലവനുമുണ്ടെങ്കിൽ ആധികാരികമായ തെളിവ് വെച്ച് എന്റെ വ്യക്തിപരമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ പുറത്തുവിടണോ? അതേ സമയത്ത് ഞാൻ പറഞ്ഞാലേ നിങ്ങളൊക്കെ മൂക്കൂത്തട്ടെ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പല മാന്യന്മാരും ആരാണെന്ന് കളിക്കുന്നെങ്കിൽ റെഡിയാ. മുടിച്ചർച്ച മാത്രമല്ല, ഇപ്പൊ അൻസാർ മാഷും ഭാഗപ്പെട്ടു വന്നു. പയ്യോളി തന്നെ നമുക്കൊരു അടച്ചുള്ള SKSF ആരും പേരുടെ സമസ്തന്റെ ആരും പേരും താങ്ങൂല നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ. SSFകാരെ നിങ്ങളുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾക്ക് ഞാൻ ഒരു സംവാദം ഞങ്ങൾ തയ്യാറാ. ഇതെല്ലാം പറഞ്ഞ് പറയിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ആദർശമുണ്ടെങ്കിൽ ആദർശം പറയാം, അല്ലെങ്കിൽ ഞരമ്പ് രോഗികളായ നിങ്ങൾ ആലോചിക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇവരെ സംസ്കാരം തസ്കിയത്ത് കിട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ സംസ്കാരം ഒന്ന് കാണണമെങ്കിൽ ജിഷാൻ മാഹിയുടെയും മുഹമ്മദ് രാമന്തള്ളിയുടെയും ഫേസ്ബുക്കിലൊന്ന് നോക്കിയാൽ മതി. എന്താ തെറി! ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറയാ, പുതിയ തെറികൾ കേണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി, ഇനി വിളിക്കാനൊന്നും ബാക്കിയില്ല. ഇത് നമ്മളിപ്പോ പാകപ്പെട്ടു. ആദ്യമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ബേജാറായി. ഇപ്പൊ ഇനി പറയാനൊന്നുമില്ല, എല്ലാം പറഞ്ഞു. ഇനി പുതുതായിട്ടൊന്നും പറയാൻ ബാക്കിയില്ല. പക്ഷേ നിന്റെയൊക്കെ നേതാക്കന്മാരാരാണെന്ന് നന്നായിട്ട് പഠിച്ചിട്ടാ ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് അത് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ. ബഹുമാനപ്പെട്ട പുല്ലൂപ്പേർ ഉസ്താദിന്റെ വാചകം എന്റെ ഉസ്താദ് പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്, അല്ലേ? മുട്ട കെട്ടാലേ പിന്നെ ഒന്നിനും പറ്റൂല. ഞാൻ ചക്ക കെട്ടാല് കെട്ട ഭാഗം ചെത്തിക്കളഞ്ഞ് ബാക്കി ഉപയോഗിക്കാൻ പറ്റും. നാടനായ ഞാനൊരു ചക്കയാണ്. പക്ഷേ മുട്ട മൊയ്ലാന്മാരാകുന്ന ആളുകള് കെട്ടുപോയാൽ വളരെ മോശ. ഞാൻ എന്റെ വാചകം കേട്ടോ, ബഹുമാന്യനായ പേരോട് ഉസ്താദിന്റെ വാചകം കടെടുത്ത് പറയാ. അപ്പൊ ചുരുക്കി പറയട്ടെ, അങ്ങനെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞ ഇനി സദസ്സിലേക്ക് ഞാൻ കടന്നു വരിക. കാരണം ഇവർ കുറച്ച് ആളുകൾ ഇങ്ങനെ അഴിഞ്ഞാട് തന്നെ വായി തോന്നിയ ദിവസം വിളിച്ചു പറയാ, തെമ്മാടിത്തരം വിളിച്ചു പറയാ. എന്നിട്ട് ഇവർക്കൊക്കെ ആളാവണം, എല്ലാവർക്കും ആളാവണം.
എല്ലാവർക്കും ആളാവണം എന്ന് പറഞ്ഞാലേ എത്രത്തോളം എന്റെ കഥ എന്ന് പറഞ്ഞാല് ഇവർക്ക് എല്ലാവർക്കും പേരോട് ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കപ്പി കാച്ചു നിർത്തൻ അല്ലേ? കാപ്പി കാച്ചു നിർത്തനല്ലേ? ആ, കാന്തപുരത്തിന് കാപ്പി കാച്ചി കൊടുക്കുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു. ഞാൻ പേര് പറഞ്ഞിട്ട് മൂപ്പരെ ചെറുതാക്കുന്നില്ല. അങ്ങനെ മൂപ്പരങ്ങ് ന്യൂസിലാൻഡിന്റെ തീരത്ത് ഇങ്ങനെ ജോലി ചെയ്യാം. അപ്പൊ മൂപ്പർക്ക് ഒരു പൂതി. മൂപ്പർ ഈ വ്യാജമുടിയെപ്പറ്റിയും സനദിനെ പറ്റിയൊക്കെ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു, പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നു. അപ്പോ പയ്യോളി പരിപാടി നടത്തിയപ്പോ മൂപ്പരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, എന്നെപ്പറ്റി വല്ലതും പയ്യോളിയിൽ വെച്ച് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ ഈ മനുഷ്യൻ ഒരു കവിത എന്റെ രണ്ടുപേരെയും പറഞ്ഞത്, ദുരൂഹ കേശമേ പോക, ദുശഗുണ കേശമേ പോക, ദുർഭാഗ്യ കേശമേ പോക, ദുരഭിമാന കേശമേ പോക. ഇത് MT വാസുദേവൻ നായർ വരിയല്ല, കാന്തപുരത്തിന്റെ സെക്രട്ടറി എന്ന് കാന്തപുരം പറയുകയും ആ സെക്രട്ടറിയെ പറ്റി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കാന്തപുരത്തിന്റെ കാപ്പി കാച്ചി കൊടുക്കുന്ന ആളാണെന്ന് പറയുകയും ചെയ്ത ഒരു ആള് പറഞ്ഞ വരികളാണ്. അപ്പൊ മാന്യ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ കൂടാരത്തിലുള്ള ഒരൊറ്റൊരുത്തനെയിൽ വിശ്വാസമില്ല. ഒറ്റൊരുത്തനെന്ന് പറഞ്ഞാല് ഞാൻ ബന്ധപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷം ക്ലിപ്പിന്റെ സമയം ഇവിടെ എല്ലാം തന്നെ 10:30 ആയിട്ടുണ്ട്. എന്നിട്ട് 11 നിർത്തല്ലേ? അങ്ങനെ അല്ല, ഇപ്പൊ നിർത്താനായോ? അല്ല, എല്ലാരെയും അവസ്ഥ ഒന്ന് ആലോചിക്കണല്ലോ. അങ്ങനെ ഇത് പറയാൻ കാരണോ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞാൽ ഇതിങ്ങനെ മറ്റേ ആകാശം കാണുന്നത് പോലെയാ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആകാശം, അവിടെ പോയി പിന്നെയും മേലോട്ട്. ഇവരെ കൂടാരത്തിൽ ചുരുക്കി പറഞ്ഞ ഒരൊറ്റ ആർക്കും വിശ്വാസമില്ല. ഇനി വിശ്വാസം ഇല്ലാന്ന് തെളിവ് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇപ്പൊ ഈ മുടിക്ക് വേണ്ടി ഇപ്പം പൂനൂരിലും മലപ്പുറത്തും അതുപോലെ തന്നെ എല്ലായിടത്തും പായുന്ന ബഹുമാനിയായ പേരോട് ഉസ്താദ് നമ്പർ 10 നിങ്ങൾ കേട്ടോളി. സ്വന്തം ഉസ്താദ് പേരോട് ഉസ്താദ് പറയാ, ഞാൻ ചോദിച്ചു, നിങ്ങൾ കേട്ടോളി. അപ്പൊ ആദ്യത്തെ വിശ്വസിക്കാത്ത ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. സനദായി അത് ഒന്നാമത്തെ പൊന്മളെ. അത് രണ്ടും ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് വെറുതെ പറയുന്നല്ല. ഈ 4.5 മണിക്കൂറിൽ ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയല്ലേ. അയാൾ പറഞ്ഞു, അല്ലാന്ന് ഞാൻ പറയൂല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ല ആള്, വളഞ്ഞ സാധനമാണല്ലോ. ഓന്റെ അടുത്ത് വരും, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു, ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കുന്നു പറഞ്ഞാണ് പോയി. വാലിന്റെ കൊടുത്ത മുടി നസ്രുൽ അലിസ്ലം തങ്ങളുടെ ഷെയർ മുബാറക്കാണ് പേരോട് ഉസ്താദ് വിശ്വസിക്കുന്നുണ്ട്. ഉസ്താദ് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനാ ഷെയർ മുബാറക്കല്ല പറയില്ല, അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നോ തള്ളുന്നോ അത് തൽക്കാലം ഇത് കൾച്ചറാകാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിൽ ഞാൻ പറയില്ല, ഞാൻ അത് നക്സൽവാദികളുടെ മുടി അല്ല എന്നും ഞാൻ ആണെന്ന് പറയാം. അത് നക്സൽവാദികളുടെ മുടി ആയാലും ആയില്ലെങ്കിലും കേട്ടില്ലേ? അത് നക്സൽ തങ്ങളുടെ മുടി ആയാലും ആയില്ലെങ്കിലും ഇവരാർക്കും വിശ്വാസമില്ലേ? ഒരാൾക്കും വിശ്വാസമില്ല. ഇവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തെറി. ഇനി ഞാൻ കടക്കുന്നില്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിട്ടിപ്പോ ഈ പരിപാടി CD ഇറങ്ങിയപ്പോ ആകെ ഹാരണി SKSFന്റെ സമസ്തയുടെ നേതാക്കന്മാര് അതിശക്തമായി ഈ വ്യാജമുടി എതിർത്തപ്പോ ഇവർ തീരുമാനിച്ചു, മൗനം വിദ്വാനും ഭൂഷണം. അപ്പൊ മിണ്ടാതിരുന്നു. ഈ CD വന്നതോടുകൂടി തന്നെ മൂപ്പര് മറുപടി പറയാൻ നിർബന്ധിതനായി. അങ്ങനെ പൂനൂരിലും പിന്നെ മുതലക്കുളത്തും മലപ്പുറത്തും കണ്ണൂരും കുറ്റ്യാടിയൊക്കെ ഒരു പരിപാടി തട്ടിക്കൂട്ടി. അപ്പൊ പൂനൂരില് എനിക്ക് മറുപടി എന്ന് മറ്റുള്ളൊരു ഭാഗമുണ്ട്. അത് എഴുതുന്ന
മാഷെ പറഞ്ഞ സിറാജുദ്ദീൻ അല്ലേ? കാരണോ സദസ്സിനെ നോക്കി പറയുമോ ഒരു മനസാക്ഷി കുത്തുണ്ടാവും. കുറച്ച് അത്യാവശ്യം കളത്തിലൊക്കെ പറയുമോ സദസ്സിനെ നോക്കി പറയണ്ടേ? അപ്പോ അത് ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് അടച്ചുപൂട്ടിയ റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ പ്രസംഗം മൂപ്പര് തിരികെ കയറ്റി. അത് ഞാൻ ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞു പോവുക. കാരണോ ഇനി പൂനൂരിൽ പേരോട് ഉസ്താദിന് മറുപടി പറഞ്ഞില്ല എന്ന് ആരും പറയണ്ട. കാരണോ ഹക്കിനെതിരെ ആര് സംസാരിച്ചാലും അതിനെ ചോദ്യം ചെയ്യണമെന്നാണ് ആയ കാലത്ത് പേരോട് ഉസ്താദ് പഠിപ്പിച്ചതേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന് മർക്കസിലെ നിങ്ങളൊക്കെ എത്ര ആളുകൾ കേട്ട ആളുകൾ, ആദ്യത്തെ CD കേട്ട ആളുകളാണോ ഭൂരിഷയിലുള്ളത്? കേട്ട ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ CD കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി കേൾക്കുക എന്ന വിഷയങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഓടും. അപ്പോ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, മർക്കസിൽ കാന്തപുരത്തിന്റെ കൂടെയുള്ള അവിടുത്തെ വൈസ് പ്രിൻസിപ്പളായ കാന്തപുരത്തിന്റെ എല്ലാ വിദേശ യാത്രകളിലും ഏറെക്കുറെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന് ഈ മുടിയിൽ വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ, കാരണോ ഞാനായി ചോദിച്ചപ്പോ മൂപ്പർ എന്നോട് പറഞ്ഞേ ആടെയുള്ള മുടിന്റെ എണ്ണം മോനെ ജിഷാൻ എനിക്കറിയില്ല. ഒരു സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഷാറുഖ് എണ്ണം ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. അതിന് പേരോട് ഉസ്താദ് ഗണ്ണിക്കുന്നേ ഇന്നലെ ക്ലിപ്പിട്ട് കാണിക്കേണ്ടതായിരുന്നു. ഇൻഷാ അല്ലാഹ് CD വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ അത് ഇടാനുള്ള ടൈമില്ല. അത് ഞാൻ പറഞ്ഞതിനെ പേരോട് റഹ്മാൻ സഖാഫിയാകുന്ന ഉസ്താദ് ഗണ്ണിക്കുക. കുറ്റ്യാടി അങ്ങാടിയിലൂടെ എത്ര ബസ് പോണ്ട്? അതിന്റെ എണ്ണം നമുക്കറിയാവോ? ഷാറ് മുബാറക്കിന്റെ എണ്ണു കുറ്റ്യാടി അങ്ങാടിയിൽ പോകുന്ന ബസ്സിന്റെ എണ്ണങ്ങൾ ആലോചിച്ച് നോക്കിയാ. എന്നിട്ട് ചോദിക്കുക, എണ്ണം അറിയില്ല എന്ന് കരുതിയിട്ട് ഷാറ് മുബാറക്ക് ആകാതിരിക്കും. പേരോട് ഉസ്താദിന്റെ ഒരാൾ ചോദിക്കുക, ഉസ്താദ് നിങ്ങൾക്ക് ഇത്ര മക്കളാ? എന്റെ മക്കളെ എണ്ണം എനിക്കറിയില്ല. കുറ്റ്യാടി അങ്ങാടിയിൽ എത്ര ബസ് പോകുന്നുണ്ട്? ഇങ്ങനെയാ മറുപടി? ഇങ്ങനെയാണോ ഉസ്താദുമാരെ മറുപടി? നിങ്ങളൊക്കെ ഗണ്ണനത്തിലും വാദപ്രതിവാദത്തിലും മാതൃകയാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഈ നിലവാരത്തിലുള്ള മറുപടി വേറൊരു മറുപടി ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കുറ്റ്യാടി നടക്കുന്ന സപ്തദിന പ്രഭാഷണവും സംഭവം നാദാപുരത്തെ സപ്തദിന പ്രഭാഷണം നടക്കല്. ഞാൻ സബ്കുൽ ലിസാനി എന്നോട് എന്ത് ചെയ്തു? കുറ്റ്യാടി സഹോദരന്മാരെ കണ്ടില്ലേ, കളവ് പറഞ്ഞു, കുറ്റ്യാടി സപ്തദിന പ്രഭാഷണം നടക്കാറുണ്ടോ? ഭയങ്കര ഗണ്ണനാ. ഈ നിലവാരത്തിലുള്ള ഗണ്ണനം ഇങ്ങനെ. പിന്നെ മൂപ്പരായാൽ ചോദിക്കുന്നുണ്ട് പൂനൂർ പരിപാടിയില് സാലി സഖാഫിയോട് ഞാൻ പറയുന്നുണ്ട്, സാലി സഖാഫിയോട് ഞാൻ ആദ്യം ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ സാലിഹ് പറഞ്ഞു, എന്ത് അത് അതിൽ തട്ടിപ്പൊന്നുമില്ല, വ്യാജമൊന്നുമില്ല. അങ്ങനെ സാലി സഖാഫി ഒറ്റ വാക്കിൽ അതിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയാ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിന്നെ എന്തിനാ അതിന്റെ പിന്നാലെ പോന്നേന്ന്? ഇതിലൊരു മനുഷ്യന്മാരോട് പറയുന്ന വിഷയം. ഒരു പോലീസ് ഒരു കള്ളനെ പിടിച്ചു, നീ കട്ടോ? കള്ളൻ പറഞ്ഞു ഇല്ല. അപ്പൊ കള്ളൻ പറഞ്ഞില്ല എന്നവനെ വിട്ട്. ഇങ്ങനെ ലോകത്തെവിടെ ഉണ്ടോ? അപ്പൊ ഇവരെ കൂട്ടത്തിലുള്ള മുസ്ലിയാക്കന്മാർക്കും അതുപോലെ തന്നെ സഖാഫിമാർക്കും ഇതിൽ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിന്റെ ഓരോ ചുരുളുകൾ അഴിച്ചെടുക്കാൻ വേണ്ടി പല ഹിക്മത്തുകളും ചെയ്യേണ്ടി വന്നു. അതിന്റെ ഹിക്മത്തിന്റെ ഭാഗമായിട്ട് ആ കാന്തപുരത്തിന്റെ ശിഷ്യനോട് ആദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതൊന്നും പറഞ്ഞ പോലെയൊന്നല്ല, SKSF പറഞ്ഞ പോലെയൊന്നല്ല, അതൊക്കെ സത്യമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു. അവസാനം അദ്ദേഹം ഓരോന്നും മണിയായിട്ട് ഈ സനത് നിർമ്മിച്ച രൂപവും സനത് കൊണ്ടുവന്ന രൂപവും കാന്തപുരത്തിന് തന്നെ ഇവിടെ വിശ്വാസമില്ല എന്നും ഇതൊക്കെ അദ്ദേഹം മണിയായിട്ട് പറഞ്ഞു എന്ന് ഞാൻ സമൂഹത്തെ കേൾപ്പിച്ചപ്പോ പേരോട് ഉസ്താദിനൊരു ബേജാറ്. അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ കളവേ പറയാറുള്ളൂ. എന്താ കളവ് പറയാൻ കാരണമെന്നോ? ഈ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് എനിക്ക് മുടി കിട്ടി എന്ന് പറയുന്നത് കള്ളമാണ്. എന്നിട്ട് കള്ളമാണെന്നുള്ളതിന് തെളിവ് കേൾക്കണോ? ജാലിയവാല മത്സരയിലല്ല, അയാൾ കബറിലല്ല, അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാ. ഈ AP വിഭാഗത്തിന്റെ ആളുകൾക്ക് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അറിയാം, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ അറിയാം, എല്ലാം അറിഞ്ഞിട്ടും എന്നിട്ട് കാസർഗോഡ് നിങ്ങളെ നാട്ടുകാരനായ ഒരു നെല്ലിക്കുന്ന് മുഹമ്മദ്, അറിയാമോ ആയിരിക്കെങ്കിലും? ഒരു സാധനം ഇരിക്കട്ടെ, ഒരു നെല്ലിക്കുന്ന് മുഹമ്മദിനെ കൊണ്ട് ഒരു ഫോണ്, ഹലോ നെല്ലിക്കുന്ന് മുഹമ്മദ് ഉസ്താദെ,
ഞാൻ ജാലിയവാലയോട് ചോദിച്ചു. ജാലിയവാലയോട് ചോദിച്ചപ്പോ ജാലിയവാല പറഞ്ഞു, അന്ന് ജിഷാൻ വരുന്ന ദിവസം ജിഷാന്റെ പേര് തന്നെ ജാലിയവാലക്കറിയില്ല. ഞാൻ പറഞ്ഞ മുഹമ്മദ് എന്നാണ്. എനിക്ക് പറയുന്നൊരു നുണ നോക്കട്ടെ. ജിഷാൻ വരുന്ന ദിവസം ജിഷാന് മുടി കൊടുത്തിരുന്നില്ല. കാരണം അന്ന് ഇമ്രാൻ ജാലിയവാലയുടെ കബോർഡ് പൂട്ടിയിട്ട് ഗുജറാത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് മുടി കിട്ടിയില്ല. സത്യത്തിൽ മുടി കൈമാറുന്നതിന് സാക്ഷികള് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ഈ കളവ് പറഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞു. കാരണം ഒന്നാമത്തെ ദിവസം എന്റെയും അബ്ദുൽ നസീർ അസ്ഹരിയുടെയും ബഷീർ ബാഖലിയുടെയും മുമ്പിൽ വെച്ചാണ് ജാലിയവാല ഈ മുടി മാമാക്ക ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് എനിക്ക് മുടി കിട്ടിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സഹോദരനെ വിളിച്ചിട്ട് അതൊരു പ്ലാനിംഗ് തയ്യാറാക്കിയിട്ട് ഒരു നാടകം അരങ്ങേറിയിട്ട് ആ ക്ലിപ്പ് നിങ്ങൾ ആലോചിക്കണം. ജാലിയവാല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ വിളിക്കാൻ കാന്തപുരം കൂടാരത്തിൽ ആൺകുട്ടിയില്ലേ? ജിഷാൻ വാഹിക്ക് നിങ്ങൾ മുടി കൊടുത്തോ? എന്തേ അയാളെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ കഴിഞ്ഞില്ല? നിങ്ങളെ മാതിരി 1000 ഉറുപ്പ്യന്റെ ടോക്കൺ വാങ്ങിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ പറ്റിച്ച ചരിത്രം ഒരുപക്ഷേ ജാലിയവാലയ്ക്കുണ്ടാകില്ല. അദ്ദേഹം വാങ്ങിയ കാശിന് നന്ദിയുള്ള മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്നവരെ മുടി എനിക്ക് തന്നിട്ടില്ല എന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഈ പാച്ച നുണ നിങ്ങളെ മനസ്സിലാക്കണം. ഇവർ 2011 ഈ മുടികൾ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനുമായി നല്ല ബന്ധം പങ്കിടുന്നു, ഞാനുമായുള്ള എല്ലാവിധ സൗഹൃദങ്ങളും പങ്കിടുന്നു. എന്റെ കല്യാണത്തിന് വന്നിട്ട് തന്നെ പേരോട് റഹ്മാൻ സഖാഫി നിക്കാഹ് നിർവഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇവരെ നേതാക്കന്മാർ ഭംഗിയായി നിർവഹിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞത് കളവായിരുന്നുവെങ്കിൽ 2011 ഉസ്താദേ എനിക്കിങ്ങനെ 18 മുടികൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയുന്ന കളവാണെങ്കിൽ അന്ന് ഇവരെന്നെ സംഘടന പുറത്താക്കണ്ടേ? അള്ളാന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എടോ നീ കള്ളം പറഞ്ഞവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അത് മാത്രമോ കഴിഞ്ഞില്ല, ആ കഴിഞ്ഞ കുപ്രസിദ്ധമായ നൗഷാദ് അഹ്സനി ഉസ്താദ് പറഞ്ഞയച്ച് ഞാൻ പോയി പേരോട് റഹ്മാൻ സഖാഫിയുടെ സംസാരം 4 മണിക്കൂർ പിടിച്ച ക്ലിപ്പിൽ നിങ്ങളൊന്ന് എടുത്ത് കേട്ടു നോക്കൂ. ഇല്ലാത്തവരുണ്ടെങ്കിൽ ബഹുമാനിയായ തങ്ങളോടൊന്ന് വാങ്ങിക്കേട്ടോളൂ. ആ ക്ലിപ്പിൽ ഉടനീളം പേരോട് ഉസ്താദ് പറയുന്നുണ്ട്, എല്ലാ സത്യവും നമ്മൾ പറയാൻ പാടില്ല. എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാ എന്നോട് പറയേണ്ടത്, ജിഷാനെ നീ പറഞ്ഞത് കളവാണ്, ആ കളവ് നീ തിരുത്തണമെന്നല്ലേ പറയേണ്ടത്. അതേസമയത്ത് എന്നോട് പറഞ്ഞ മറുപടി, ജിഷാനെ എല്ലാ സത്യവും നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞ സത്യമാണ്, ഇവർക്കറിയാം, ഇവർ തിരുത്തും, ഇവർക്കൊരു മനം മാറ്റം നാളെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ ഞാൻ കാത്തിരുന്നു. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷവും ഈ കാത്തിരിപ്പിന് ഒരു വിരാമമാകാത്ത സമയം വന്നപ്പോ മുഹമ്മദ് രാമന്തള്ളി തുടങ്ങി വെച്ച ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ ഭാഗമായി ഈ ക്ലിപ്പുകളുടെ പെരുമഴ പുറത്തേക്ക് ഒഴുകി. അത് മനസ്സിലാക്കണം, ഞാൻ ദീർഘിക്കുന്നില്ല. അങ്ങനെ ഈ ക്ലിപ്പിന്റെ ഫലമായിട്ട് അതുകൂടി ഒന്ന് പറയണം മാഷെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അൻസാർ മാഷും പേരോട് ഉസ്താദൊക്കെ എങ്ങനെയുള്ള ബന്ധമുള്ള ആളാണെന്ന് എനിക്കറിയാം, കാസർഗോഡുള്ള നിങ്ങൾക്കറിയില്ലെങ്കിലും അൻസാർ മാഷും പേരോട് ഉസ്താദൊക്കെ മുമ്പ് എത്രമാത്രം ഗാഠബന്ധത്തിലുള്ള ആളുകളായിരുന്നു. അത്രമാത്രം നിങ്ങൾ മുജാഹിദിന്റെ ഒരു കെട്ടുമുട്ടും ഒരു താലപ്പൊലിയുള്ള പരിപാടികൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? മുജാഹിദിന്റെ പരിപാടി ഏതായിരുന്നു? സെലഫി ഫെസ്റ്റ്. നിങ്ങളൊക്കെ കണ്ടില്ലേ? ആ സെലഫി ഫെസ്റ്റിന്റെ CD ആദ്യമായി പേരോട് ഉസ്താദിന് കൈമാറിയ ആളാണ് അൻസാർ മാഷ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഉപ്പറ ഇരുത്തിയിട്ട്. അപ്പോ ഇത്രമാത്രം സുന്നത്തിയമായത്തിന് വേണ്ടി എല്ലാ വിഷയങ്ങളും സഹകരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പോവുകയും ചെയ്ത അൻസാർ മാഷ പോലുള്ള ആളുകൾ ഒരു ഭാഗത്തും, സമ്പന്നന്മാരായ ചില ആളുകൾ ഈ CD ഇറങ്ങിയതിന് ശേഷം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പേര് തന്നെ പറഞ്ഞുതരാം, കാരണം സെനത് ഇല്ലാണ്ടായിപ്പോണ്ട് ഇനി ഒന്നിനും, ആലുവ സ്വദേശിയായ സൗദി അറേബ്യയിലെ ദമ്മാമിൽ ഖത്തീഫ് എന്ന സ്ഥലത്ത് അവിടെ AP വിഭാഗത്തിന്റെ SYSന്റെ മദ്രസ വിഭാഗം പ്രസിഡന്റായിരുന്ന ജാഫർ എന്ന് പറയുന്ന സഹോദരൻ. ജാഫർക്ക് അത്യാവശ്യം അള്ളാഹു നിഅമത്ത് കൊടുത്ത ഒരു കൂട്ടത്തിൽപ്പെട്ട, അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിൽ അഭിവൃദ്ധി കൊടുക്കുമാറാകട്ടെ. അപ്പോ അന്ന് സിറാജുൽ ഹുദയിലേക്ക് ഒരു വലിയ സംഖ്യ എല്ലാ മാസവും ഈ ജാഫർക്ക് കൊടുത്തിരുന്നു. ഇവർക്ക് സുന്നത്തിയമായിട്ടാണോ
സമ്പത്ത് ജമാഅത്താണോ ഇവരെ ലക്ഷ്യമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന് ഖുർആനിൽ ആയത്തോതിയിട്ട് വയല് പറയുന്ന ഇവർ നീതി ഏത് വിഷയത്തിലാ കാണിച്ചതെന്ന് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാരണം ജാഫർ എന്ന് പറയുന്ന ആ സുഹൃത്ത് ഈ പിരിവ് നിർത്തിയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, കുറ്റ്യാടിയിൽ നിന്ന് സൗദി അറേബ്യയിലുള്ള ദമ്മാമിലെ ഖത്തീഫ് എന്ന സ്ഥലത്തിരിക്കുന്ന ഈ ജാഫർ എന്ന് പറയുന്ന സഹോദരനെ പേരോട് ഉസ്താദ് വിളിക്കുകയാണ്. എത്ര മിനിറ്റല്ല 2 മണിക്കൂർ പിരിവ് നിന്നപ്പോ 2 മണിക്കൂർ. എന്നിട്ട് എന്റെ കുറെ പുയിപ്പ് പറഞ്ഞു, ഇരിക്കട്ടെ, അതിലേക്ക് കിടക്കുന്നില്ല. 2 മണിക്കൂർ പോയിട്ട് മാഷേ ഒരു 2 മിനിറ്റ് നിങ്ങളെ പേരോട് ഉസ്താദ് വിളിച്ചിരുന്നോ? മാഷ വിളിച്ചില്ല. ജാഫർ ഖാന്റെ ഈമാൻ പോകുന്ന ബേജാറാണ്. എന്നാ അതേ ഈമാൻ ഇടിയും കിടക്കില്ല ഒരാള്. ദമ്മാമെ പോണ്ട, സൗദി അറേബ്യ പോണ്ട, ഇതൊന്നും മത്സരമുള്ള വിഷയമല്ല, ജീവിച്ചിരിക്കുന്ന കാര്യം. അതാ ഞാൻ പേരെടുത്ത് പറഞ്ഞേ. നിഷേധിക്കാൻ വല്ലവർക്ക് സാധിക്കുമോ? എന്നിട്ട് ഒരു കോള് പോലും വിളിച്ചു ചോദിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് മറുപടി എന്താ? അൻസാറിന് കിബിറാണ്. കിബിറിന്റെ താരീഫ് മൂപ്പര പണ്ട് പഠിപ്പിച്ചെന്ന് സത്യത്തിനെതിരെ പറയല്ല കിബിർ അല്ലേ? എന്നിട്ട് ഇവരെ കള്ളത്തരം വിളിച്ചു പറയാൻ തയ്യാറായാൽ കിബിറാണ്. ഇതിന് ചികിത്സ വേറെയാ. കോഴിക്കോട് ഇവിടെ അല്ല, കോഴിക്കോട് അല്ലേ? അപ്പോ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് പോയപ്പോ ഈ സുഹൃത്ത് ജാഫർ ഖാൻ എന്ന് പറയുന്ന സഹോദരൻ എന്റെ കൂടെ അന്ന് ജിദ്ദയിലും മദീനയിലും വെച്ച് 2 വേദികളിൽ സമസ്തയുമായി ബന്ധപ്പെട്ട 2 വേദികളിൽ പരസ്യമായി ഈ മുടിയെ തള്ളിപ്പറഞ്ഞു. അട്ട പറ്റുന്ന പോലെയാണ്. ഇത് തള്ളിപ്പറഞ്ഞിട്ട് ഇവരെ മൗലവിമാര് പിരിവിന് പോവാ. ഈ കഴിഞ്ഞ റമദാനിൽ SYSന്റെ പ്രസിഡന്റ് എന്ന പേര് തന്നെ പറഞ്ഞവരൊക്കെ നിങ്ങളെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ ജാഫർ ഖാന്റെ അടുത്ത് പോയി. എന്നിട്ട് 2.5 മണിക്കൂർ സംസാരിച്ചു. നല്ലതുപോലെ സംസാരം നടന്നു. അങ്ങനെ അവസാനം പൊന്മുള പറയാ ആരോട്? ജാഫർ ഖാനോട്, ജാഫറെ, ഈ മുടിയിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ മാറി നിന്നാ പോരെ, നീ തരുന്ന സാമ്പത്തിക സഹായം എന്തിനു നിർത്തണം? നിങ്ങൾക്ക് തിരിഞ്ഞ എന്താ ഗുട്ടൻസ് തിരിയില്ലേ? അപ്പോ ജിഷാൻ അവൻ്റെ കാശില്ല, അൻസാർ കാശില്ല, ഷുഹൈബ് കാശില്ല, ജാഫർക്ക് കാശുണ്ട്. ഇതുപോലെ കാശുള്ള ആളുകളെ നോക്കിപ്പിടിക്കാം. എന്നിട്ട് ഈമാൻ സലാമത്താക്കുമെന്ന് പച്ച നുണ പറയാ. ഇതൊന്നും എല്ലാ കാലവും വീഴില്ല. കാരണം സഹിക്കുന്നതിന്റെ അപ്പുറം സഹിച്ചു. കാരണം ഞാൻ നേരത്തെ മാഷും ഞാനൊക്കെ സംസാരിച്ചിരുന്നു. കാരണം നമുക്കൊക്കെ ആദ്യം നമുക്ക് ഈ വിഷയങ്ങൾ സുന്നത്തിയമായിട്ട് പഠിപ്പിച്ചെന്ന ഉസ്താദുമാർക്കെതിരെ പറയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇവർക്ക് ദീനിനേക്കാൾ വലുത് ദുന്യാവും ഇവിടുത്തെ സുഖസൗകര്യങ്ങളാണെന്ന് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുക. തെളിവുകൾ നിങ്ങളോട് പറയുകയാ. ഇത് ഇല്ല എന്ന് നിഷേധിക്കാൻ സാധിക്കുമോ? എല്ലാ നുണയും കെട്ടിവെക്കുക. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ വിഷയത്തില് ഞാൻ കൂടുതൽ നീട്ടിപ്പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഓരോ പരിപാടിയുടെ പേരിൽ ഇതുവരെ ഇവർ പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ സംഘടനയിൽ നിന്ന് ഒരാളെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങളറിയോ? ഈ കഴിഞ്ഞ പയ്യോളിയിൽ അൻസാറി മാഷയുടെ നേതൃത്വത്തിൽ അവിടെ നിന്നൊരു കൂട്ടം ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാർ, ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ ആരായിരുന്നു? ഒരാൾ SYSന്റെ സെക്രട്ടറി അല്ലേ, ഷുഹൈബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അവർ പരസ്യമായി സ്റ്റേജിൽ നിന്ന് ആ സീഡിയിൽ കാണാം അദ്ദേഹത്തിന്റെ രാജി വായിക്കുന്നത്. സംഘടന വിട്ടുകൊണ്ട് എനിക്ക് എന്റെ സംഘടനയല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ വെച്ച് രാജി പ്രഖ്യാപിച്ച രാജി അൻസാർ മാഷ് വായിക്കുന്ന നിങ്ങൾ കേൾക്കാം, അദ്ദേഹത്തിന്റെ വേദിയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ റിഷാദ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത്, സാദിഖ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത്, സാലി എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത്, ഇങ്ങനെ ഡസൻ കണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ, അസീസ് പി ഷാഹിദ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തും, ചൈനയിലുള്ള ഫാറൂഖ് ചൈന എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത്, ഇങ്ങനെ ജാഫർ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ദമ്മാം എന്നുള്ള സുഹൃത്ത്, അതുപോലെ തന്നെ ജുബൈർ എന്ന് പറയുന്ന ഈ കുവൈറ്റുള്ള ICFന്റെ സജീവ പ്രവർത്തകൻ, അതുപോലെ തന്നെ നൌഫൽ, ഞാൻ എണ്ണിയാൽ തീരുന്നില്ല, പട്ടാമ്പിയുള്ള മറ്റൊരു സുഹൃത്ത്, അതുപോലെ തന്നെ ബഷീർ എക്കട്ടി എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തും, ഇങ്ങനെ 100 കണക്കിന് പ്രവർത്തകന്മാർ കൊയ്ത് പോയിട്ട് ഇവർ ചോദിക്കുക ഞാളെ സംഘടനയ്ക്ക് എന്താ പറ്റീന്? ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയതാണ് 600 കോടി അഴിമതി നടത്തിയിട്ട് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലിട്ടപ്പോ 14 ആൾ ആത്മഹത്യ ചെയ്തു. വിഷമം കാരണം
ഇത്രയും നീചമായ തട്ടിപ്പ് നടത്തിയിട്ട് അത് സ്വന്തം സംഘടനയിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ആ സംഘടന വലിച്ചു ചാടിയിട്ട് പുറത്തു വന്നപ്പോ ഇവര് പറയാ നമുക്കെന്താ പ്രശ്നം, നിങ്ങൾക്കെന്താ പ്രശ്നം? ഇവിടെ കേരളത്തിലുള്ള എല്ലാ വിഭാഗവും ഒന്നിച്ചെതിർത്തിട്ട് ചേകനൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്തി സൊസൈറ്റിയുടെ പിരിച്ചുവിട്ടോ? ഒരു സംഘടന മുഖം കെടുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ മുഖം കെടുക? കാരണം സ്വന്തം ശിഷ്യന്മാര് പറയാ ഉസ്താദ് കള്ളസനത് ഉണ്ടാക്കി. ഇതിൽ കൂടുതൽ മുഖം കെടൽ എവിടെ? സ്വന്തം ശിഷ്യന്മാർ ഇത് വ്യാജസനതാണെന്നും വ്യാജമൊഴിയാണെന്നും ഇതൊക്കെ തട്ടിപ്പാണെന്നും പറഞ്ഞ് എത്ര തട്ടിപ്പ്. മറ്റൊരു ശിഷ്യൻ, വയനാട്ടിലുള്ള മറ്റൊരു ശിഷ്യൻ, ഞാൻ പേരിപ്പം പറയുന്നില്ല, എന്തെല്ലാം തട്ടിപ്പ്. ഒരു മർക്ക സമ്മേളനത്തിന് എന്നോട് പറഞ്ഞു, ഈശാനെ ഫലസ്തീനിലുള്ള ഒരു അറബി വന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ടോ? ഞാൻ അറബിയെ കൊണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചെവിടെ കൊണ്ടാക്കിയേ? അല്ല, ഞാൻ മൂപ്പർ എന്നോട് ചെവിടെയായിരിക്കും കൊണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ഒന്നുകിൽ നെടുമ്പാശ്ശേരി, കൊച്ചിയിൽ, അല്ലെ കോഴിക്കോട്. മൂപ്പര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു. ഞാൻ വെച്ച് ഫലസ്തീനിലേക്ക് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ സർവീസാ. അപ്പം പറഞ്ഞു അത് ബാംഗ്ലൂരിലേതോ കമ്പനിയിൽ ജോലി ചെയ്യാം, മൂപ്പർക്ക് ഫലസ്തീനി പാസ്പോർട്ട് ഉണ്ട്, അങ്ങനെ തട്ടിവിട്ടത്. ഒരറബിക്കുപ്പായിട്ടിട്ട് നിഷേധിക്കാൻ പറ്റുമോ? തെളിവ് തരും. ഇന്ന് ഏൽപ്പിക്കാറില്ല, ഇല്ലേ? ഇല്ല, ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തട്ടിപ്പുകളും നടത്തുക. അവസാനം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം ഇത് കൂടി പറയണമെങ്കിൽ ക്ഷമിക്കുക. കാരണം നിങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ടെന്നറിയാം. കാരണം ഇവര് പറയും, ഇതും കൂടി പറഞ്ഞാൽ നിർത്തുക. കൊണ്ടാന്നൊന്നും എല്ലാം പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് രാമന്തല്ലി പറഞ്ഞ ഒരു ടെക്നോളജി ഇനിയുണ്ട്, ഒരു ചാനൽ പരിപാടി ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവരെ തട്ടിപ്പ് ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന ഈ വ്യാജം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെറിയുന്നവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലുള്ള സുന്നി മക്കളും ഇതിന്റെ ജിഹാദ് നിർത്തിവെക്കും നിങ്ങൾ കരുതണ്ട. എന്നിട്ട് ഇവരെ തട്ടിപ്പ് വെക്കണം. നിങ്ങൾക്ക് ഇവർ പറയും, നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ മുമ്പിൽ അഹമ്മദ് ഖസ്റജി മുടി കൊടുത്തു, അവരൊക്കെ അംഗീകരിച്ചു. ഒന്നും അറിയാത്ത നാടന്മാര്, നമ്മുടെ സാധാരണക്കാര്. ശരിയല്ലേ? ഒരു ഭാഗത്ത് ഉമർ കാമിലി, മറുഭാഗത്ത് അലി ജുമ, മറ്റേ ഭാഗത്ത് മറ്റേ പണ്ഡിതൻ. ഈ പണ്ഡിതന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് കഥ കേൾക്കണോ? ഇൻഷാ അല്ലാഹ് ഈ ക്ലിപ്പ് എന്തായാലും ഈ സീഡിന്റെ ഒന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഉമർ കാമിലി എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം മർക്കസിൽ ആ സമ്മേളനത്തിന്റെ ആ സ്റ്റേജിൽ വെച്ച് മുടി കൊടുത്ത സമയത്ത് കാന്തപുരത്തെ വിളിച്ചു പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ, നിങ്ങൾ ഇതിന് പരിശോധന നടത്തി ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് സമൂഹത്തോട് ഇത് ഷാര മുബാറക്കാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരിട നിങ്ങൾ കാരണം നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങളിത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഷെയ്ഖ് അബൂബക്കറെ എന്ന് കാന്തപുരത്തെ വിളിച്ച് പറഞ്ഞു. ഇതാരാ പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ബഷീർ ഹാജി എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൽ ഇന്നുമുള്ള മുക്കം സ്വദേശിയായ ബഷീർ ഹാജി, അദ്ദേഹം തുറന്നു പറഞ്ഞ ശബ്ദരേഖ ഞങ്ങളെ കയ്യിലുണ്ട്. SSFകാരാ, നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ട് ഉമർ കാമിലിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു, അലി ജുമുഅയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു. ഇതുപോലെ അന്ന് വേദിയിലുള്ള നിഷ്കളങ്കരായ ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരുടെയൊക്കെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഷാര മുബാറക്കിനെ അംഗീകരിച്ചതാണെന്ന പച്ച നുണ തട്ടിവിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ? ഈ തട്ടിപ്പ് അഹമ്മദ് ഖസ്റജി നടത്തിയതിന്റെ പേരിൽ സെക്രട്ടറിയായി സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ബഷീർ ഹാജിയോട് ഉമർ കാമിലി എന്ന് പറയുന്ന മക്കയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, പേരോട് റഹ്മാൻ സഖാഫി പോലും മഹാനായ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിച്ച ഉമർ കാമിലി ബഷീർ ഹാജിയോട് പറഞ്ഞു, ഇനി അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന അബുദാബിയിൽ നിന്ന് മുടി കൊണ്ടുവന്ന കാന്തപുരത്തിന് മുടി കൊടുത്ത ആ അറബിയും ഞാനും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ യൂട്യൂബിലെങ്ങാനും എനിക്ക് കണ്ടാൽ കേരളത്തിലേക്ക് ഞാൻ എനിക്ക് കാലെടുത്ത് വെക്കില്ല. ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേരളത്തിൽ ഏതെങ്കിലും ഏപ്പിക്കാർക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് തന്നെ എതിർത്തു ഉമർ കാമിലി.
എന്നിട്ട് ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി വീണ്ടും തുടരുന്നു. അന്ന് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ അറബികൾ ഒക്കെയും, അഹമ്മദ് ഹസർജി ഒഴിച്ചില്ല, അറബികളൊക്കെയും എവിടേക്കാ പോയത്? നേരെ അവരൊരു വീട്ടിലേക്ക് ഒരുമിച്ചുകൂടി. അവിടെ നിന്ന് അവർ ശക്തമായി പറഞ്ഞു, അഹമ്മദ് ലോകമാന്യത്തിന് വേണ്ടി, റിയാഇന് വേണ്ടി ഇത് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറഞ്ഞതാകും. അതുകൊണ്ട് അത് വിശ്വാസയോഗ്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഷാര മുബാറക്കാണെന്ന് പറയല്ലേ, നിങ്ങൾ പറയല്ലേ എന്ന് കാന്തപുരത്തോട് പറഞ്ഞു, ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാകുന്ന ഈ പറയുന്ന ബഷീറാജിയോടും പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ ഈ രസം? സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ട്, സംഘടനയ്ക്ക് ഞങ്ങളാണ് സംഘടന എന്ന് പറഞ്ഞിട്ട് മുതലക്കുളത്തുനിന്ന് ഹാലളയിട്ട് പ്രസംഗിച്ച പ്രിയപ്പെട്ട പേരോട് ഉസ്താദേ, നിങ്ങൾ പോലും അറിഞ്ഞില്ല, കാന്തപുരം നിങ്ങളെപ്പോലും മൂടിവെച്ചു. ഞാൻ പൊന്മള ഉസ്താദിനോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദേ ഉമർക്കാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാ പറഞ്ഞ ജിഷാനെ? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആകുന്ന ബഷീറാജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞ അങ്ങനെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഈ ബഷീറാജിയെ അദ്ദേഹത്തിന്റെ ഹിക്കമിയിലേക്ക് വിളിപ്പിച്ചു. രണ്ടാള് പറഞ്ഞ ക്ലിപ്പും കയ്യിലുണ്ട്, നിഷേധിക്കണ്ട. ബഷീറാജി പൊന്മള ഉസ്താദ് വിളിപ്പിച്ചുവെന്നും ഞാൻ അവിടെ പോയി സത്യം പറഞ്ഞുവെന്നും ഉമർ കാമിൽ കാമടിയിൽ വിശ്വാസമില്ലായിരുന്നുവെന്നും അവിടെയുള്ള അറബികൾ കാമടിയിൽ വിശ്വാസമില്ലായിരുന്നുവെന്നും ബഷീർ ഹാജി പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം പൊന്മള ഉസ്താദിനെ വിളിച്ചപ്പോ പൊന്മള എന്നോട് പറഞ്ഞു, ഇഷാനെ നീ പറഞ്ഞത് പ്രകാരം ബഷീർ ഇവിടെ വന്നിരുന്നു, ബഷീർ നീ പറഞ്ഞത് പ്രകാരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ക്ലിപ്പും നിഷേധിക്കണ്ട. ഇതൊക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم എന്ന് പറഞ്ഞ ആ ശൈലിയിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട്, കാപട്യം പറഞ്ഞുകൊണ്ട്, കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി 1000 രൂപയ്ക്ക് കൂപ്പൺ കൊടുത്തുകൊണ്ട് 4 ലക്ഷം ആളുകളിൽ നിന്ന് 40 കോടി പിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ പിരിച്ചെടുത്ത് അവസാനം ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ വിവാദമായപ്പോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എന്ന പേരിൽ ഒരു കള്ളവാങ്മൂലം ഞങ്ങൾ പിരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പള്ളിയെടുക്കൂന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് 16 നമ്പർ തങ്ങൾ അതും കൂടി ഒന്ന് വെച്ചുകൊടുത്തേ. 16 നമ്പർ പിരിച്ചിട്ടില്ല, പള്ളിക്ക് പിരിച്ചിട്ടില്ല എന്ന പച്ച നുണ ഹൈക്കോടതിയിൽ കൊടുത്ത നേതാവ് പറയും. നിങ്ങൾ കേട്ടോളൂ. 40 കോടി ഉറുപ്പിക 4 ലക്ഷം ആളുകളോട് 1000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പോടുകൾ വരികയാണ്. എന്ന് മാത്രമല്ല, പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് കബർ കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ 4 ഭാഗത്തുനിന്നും ജനങ്ങളിങ്ങനെ ചോദിക്കണം. അപ്പോഴാണ് റസൂലുള്ള ഹദറുൽ അസ്വദ് വെച്ചപ്പോ ഇത് നമ്മൾക്കും പറയാമായിരുന്നു. ദീർഘിച്ചു സഹോദരന്മാരപ്പോ പിരിച്ചു. എന്നിട്ട് ഹൈക്കോടതിയിൽ 10 പച്ചക്കള്ളം സത്യവാങ്മൂലം എന്ന പേരിൽ കൊടുത്തു. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘടന സമസ്ത എന്ന സംഘടന, ആ സംഘടനയിൽ നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെതിരെ ഈ ജിഹാദ് തുടർന്ന് നയിക്കണം. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ വ്യാജമൊടിയെ തുടച്ചു നീക്കുന്നതുവരെ ഇതിനുള്ള സമരവുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഒരു കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി ആ നേതാവിനെ കഴിച്ചേ ഇവിടെ സംഘടനയുള്ളൂ. ആ നേതാവ് കഴിഞ്ഞ ഇവിടെ വേറെ എന്ത് കുന്തോ ഉള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ച വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ട് അലി മുസ്ലിയാരുടെ മരുമകനാകുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇവരൊരു വ്യാജമുടി കൊണ്ടുവന്നിട്ട് ആ മുടി മുക്കി വെള്ളം കുടിച്ചാൽ എനിക്ക് വിഷമം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു. പക്ഷേ
ഈ തെരുവ് കേസത്തിനുള്ള എന്തൊക്കെ ന്യൂനതകളുണ്ടോ ആ ന്യൂനതകളൊക്കെ നിഴലുണ്ടെന്നും അത് കത്തുമെന്നും എല്ലാ ന്യൂനതകളും പറഞ്ഞിട്ട് ഹബീബായ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട തിരുകേസത്തെ പച്ചയായി തള്ളുന്ന ഈ വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ മറക്കരുതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഖൈറൻ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بحق صلى الله على محمد صلى الله عليه وسلم إن شاء الله ഞാൻ കൂടുതൽ ഇവിടെ ഉണ്ടാവും. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ ഇവിടെയും ആരെയും പരാമർശിച്ചിട്ടില്ലെന്ന് പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ആരും ഊഹത്തിലേക്ക് പോകണ്ട. ഊഹം ശരിയല്ല. പക്ഷേ AP നേതാക്കന്മാരോട് പറയേണ്ട ചില കാര്യങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ ഞാൻ അവരോട് പറഞ്ഞതാ. നിങ്ങൾ ഇവിടുന്ന് ചർച്ച ചെയ്തിട്ട് അതാരാന്നുള്ള നിങ്ങൾ ഊഹത്തിലേക്ക് പോകരുത് എന്ന് മാത്രം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.